ഹലോ ഓൾ, ഗുഡ് ഈവനിങ്. സോ നമ്മുടെ ജാൻ 26 അറ്റംപ്റ്റിൻ്റെ RTP ഇറങ്ങിയിട്ടുണ്ട്. ആൻഡ് വി ആർ ഗോൺ ടു ഡിസ്കസ് ദി ഓഡിറ്റ് പേപ്പർ ടുഡേ. ഓഡിറ്റ് മെത്തിക്സിൻ്റെ RTP റിവിഷൻസ് ആണ് ഫോർ ജാൻ 26 അറ്റംപ്റ്റ്. എല്ലാ അറ്റംപ്റ്റിൽ നമ്മൾ ചെയ്യാറുണ്ട്. ആൻഡ് ഞാൻ എപ്പോഴും പറയുന്ന സെയിം ഡയലോഗ് തന്നെ വീണ്ടും പറയുകയാണ്. RTP വിൽ ബി ഫോളോഡ് ബൈ MTP1 ആൻഡ് MTP2. അപ്പോൾ നിങ്ങൾ ജാനുവരിയിൽ എക്സാം വരുന്ന കുട്ടികളാണെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങളുടെ പ്രിപ്പറേഷൻ്റെ ഭാഗമായിട്ട്, റിവിഷൻ്റെ ഭാഗമായിട്ട് RTP ആൻഡ് MTP സീരീസ് 1 and 2 ഇത് മൂന്നും കണ്ടിരിക്കണം. പ്ലസ് എക്സാമിൻ്റെ തലേ ദിവസം നമ്മളൊരു 1.5 days സ്ട്രാറ്റജി, ഇത്തവണ അത് 2 days സ്ട്രാറ്റജി ആയിരിക്കും, 2 ദിവസത്തെ എക്സാം അല്ലേ, അപ്പോൾ അതും തരുന്നുണ്ടാവും. നിർബന്ധമായിട്ടും ഇത്രയും കണ്ടൻറ്റ് നിങ്ങൾ ഫുൾ സിലബസ് പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ പുറമെ ഇതും കൂടി ചെയ്യുമ്പോഴാണ് നമ്മുടെ റിവിഷൻ പരിപൂർണമായിട്ടും പ്രോപ്പർ ആവുന്നത്. ആൻഡ് നിങ്ങൾക്കൊരു 55+, 65+ ഒക്കെ റേഞ്ച് മാർക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ ആ റേഞ്ചിൽ മാർക്ക് കിട്ടിയിട്ടുള്ളവരൊക്കെ ഈ പറയുന്ന RTP MTP വീഡിയോസ് എല്ലാം നോക്കിയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ നിങ്ങൾക്കും ജാൻ 26 അതാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഇത് കണ്ടിരിക്കണം. ഓക്കെ. പിന്നെ നമ്മുടെ തൊട്ട് മുന്നേ ഇപ്പോൾ കഴിഞ്ഞിട്ടുള്ള സെപ്റ്റംബർ 2025 ഗ്രൂപ്പ് 2 റിസൾട്ട് നിങ്ങളെല്ലാവരും കണ്ടിട്ടുള്ളതാണ് അല്ലേ. മോർ ദാൻ 20%, 27% ഒക്കെ ഉണ്ട് പാസ് പെർസെൻറ്റേജ്. അപ്പോൾ യെസ്, ഒരു ടു ബി ഓൺ ദ സേഫ് സൈഡ്, പ്രൊഡൻസ് കൺസെപ്റ്റ് എന്ന് പറയുന്ന പോലെ അക്കൗണ്ടൻസിയിലത്തെ പ്രൊഡൻസ് കൺസെപ്റ്റിൽ നമ്മൾ പഠിക്കാറില്ലേ, ആൻറ്റിസിപ്പേറ്റ് ദ ഫ്യൂച്ചർ ലോസ് എന്ന്. അപ്പോൾ ആ ഒരു സംഭവം നമുക്ക് ജാനുവരി അറ്റംപ്റ്റിലോട്ട് ഗ്രൂപ്പ് 2 കുറച്ചധികം പ്രതീക്ഷിക്കേണ്ടി വരും. കാരണം കഴിഞ്ഞ 1-2 അറ്റംപ്റ്റിലോട്ട് ഇപ്പോൾ ഗ്രൂപ്പ് 2 പൊതുവെ വലിയ മോശമില്ലാത്ത പാസ് പെർസെൻറ്റേജ് തരുന്നുണ്ട്. ഓഡിറ്റ് പേപ്പർ ഓൾസോ മെയ് 2025 സെപ്റ്റംബർ 2025 വളരെ എളുപ്പമുള്ള പേപ്പറായിരുന്നു. ആൻഡ് അതിന് തൊട്ട് മുന്നേ ഉണ്ടായിരുന്ന ജാൻ 25 അറ്റംപ്റ്റ് ഇറ്റ് വാസ് കുറച്ച് നല്ല പേപ്പറായിരുന്നു. അധികം ആൾക്കാർക്ക് എക്സംഷൻസ് ഒന്നും കയറിയിട്ടില്ല. പാസ്സായിട്ടുള്ള ആൾക്കാരൊക്കെ ഒരുമാതിരി കഷ്ടപ്പെട്ടിട്ടാണ് ഒന്ന് കയറിപ്പോയത്. എല്ലാവരും ഒരു 50-51 ഒക്കെ ജസ്റ്റ്, കുറേ പേര് 40s ആയിട്ട് ഇങ്ങനെ കയറിപ്പോയി. ജാനുവരി അറ്റംപ്റ്റ് വാസ് നോട്ട് എ സ്റ്റുഡൻറ്റ് ഫ്രണ്ട്ലി അറ്റംപ്റ്റ്. ഒരുപാട് പിള്ളേർ അങ്ങനെ എത്ര വലിയ നല്ല ക്വസ്റ്റ്യൻ പേപ്പറൊന്നും ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ പേപ്പറല്ല. നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുന്ന സമയത്തൊക്കെ, ക്ലാസ്സൊക്കെ ചെയ്യുന്ന സമയത്ത് അല്ലേ. അപ്പോൾ ആ ജാനുവരി 2025 ശേഷം 2 അറ്റംപ്റ്റോളം സിമ്പിൾ പേപ്പർ വന്നിട്ടുള്ള നെക്സ്റ്റ് അറ്റംപ്റ്റാണ് നമ്മൾ ഇനി വരാൻ പോകുന്ന ജാൻ 2026 അറ്റംപ്റ്റ്. അപ്പോൾ ഗോയിങ് ബൈ ദ ട്രെൻഡ്, ഞാൻ ഇപ്പോൾ അല്ലേ പ്രൊഡൻസ് കൺസെപ്റ്റ് കുറച്ചധികം നമുക്കിവിടെ പ്ലേസ് ചെയ്യേണ്ടി വരും. യു എക്സ്പെക്ട് എ ടഫ് പേപ്പർ. നമ്മൾ പ്രിപ്പയർ ഫോർ ദ വേർസ്റ്റ് സോ ദാറ്റ് യു വിൽ ബി ഏബിൾ ടു ഗിവ് യുവർ ബെസ്റ്റ്. അതാണ് ഇപ്പോൾ ഇതിൽ ചെയ്യാൻ പറ്റുന്ന സ്ട്രാറ്റജി. ജനുവരി ആൻഡ് ഓൾസോ നമുക്ക് നിങ്ങളുടെ ടൈം ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും 2 ദിവസത്തെ സ്റ്റഡി ലീവാണ് വന്നേക്കുന്നത്. ഇതൊക്കെ നമ്മുടെ റെഗുലർ ബാച്ചസിൽ ഞാൻ നിങ്ങളെ പറഞ്ഞ് ഒരുപാട് മാനസികമായി പ്രിപ്പയർ ആക്കിയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. എന്നാലും ജസ്റ്റ് ഒന്ന് പറയുന്നത് മാത്രം. പുറത്തുള്ള ആൾക്കാരും വേറെ സ്റ്റുഡൻസും കേൾക്കുന്നുണ്ടെങ്കിൽ യെസ്, ഈ ജാൻ 26 അറ്റംപ്റ്റ് നല്ലപോലെ ഫോക്കസ് ചെയ്ത് പഠിച്ചോളൂ. കഴിഞ്ഞ വർഷം ജാൻ 25 പോലെയുള്ളൊരു പേപ്പറൊക്കെ വേണമെങ്കിൽ പ്രതീക്ഷിക്കാം. അതിനേക്കാളും ഒന്നും കടുപ്പിക്കാൻ പോകുന്നില്ല. അതൊക്കെ തന്നെയാണ് മാക്സിമം റേഞ്ച്. സോ ജാൻ 25 പേപ്പർ നിങ്ങൾക്ക് വായിച്ചിട്ട് അയ്യോ ഇതിനിപ്പോൾ എന്താ ഭയങ്കര സിമ്പിളായിട്ട് തോന്നുവാണെങ്കിൽ വെരി ഗുഡ്, നിങ്ങൾ ജാൻ 26 ഡെഫിനറ്റ് എക്സംഷൻ കിട്ടും. ഇനി ജാൻ 25 പേപ്പർ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഓക്കെ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ കൊള്ളാം, ലൈക്ക് ഒരു ഏതൊക്കെ രീതിയിലൊക്കെ വളച്ചും തിരിച്ചൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം എന്നൊക്കെ നിങ്ങൾക്ക് ജാൻ 25 പേപ്പർ കണ്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ അതേപോലത്തെ ഒരു പേപ്പർ ജാൻ 26 പ്രതീക്ഷിക്കാം. അതിന് വേണ്ടിയിട്ടാണ്. ആൻഡ് ഒരു ഡേജാവു എന്ന് പറയുന്ന പോലെ ജാൻ 25 ഉണ്ടല്ലോ, ഞാൻ ഈ പറയുന്ന നോട്ട് സോ സ്റ്റുഡൻറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള പേപ്പർ, ആ അറ്റംപ്റ്റിൻ്റെയും RTP ഭയങ്കര സിമ്പിളായിരുന്നു. ആൻഡ് MTP1, MTP2 അസെൻഡിങ് ഓർഡറിൽ ഡിഫിക്കൽട്ടി ലെവൽ കൂട്ടി വന്നു. ആൻഡ് എന്തോ ഒരു കണക്ഷൻ പോലെ ജാൻ 26 RTPയും ഭയങ്കര സിമ്പിളാണ്. സോ ചരിത്രം ആവർത്തിക്കുകയോ ഇല്ലെന്ന് പറയാൻ പറ്റില്ല. ഐ എം നോട്ട് ഗോണ വെറുതെ പറഞ്ഞ് നിങ്ങളെ പേടിപ്പിക്കാനൊന്നും പോകുന്നില്ല. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. എന്ത് തന്നെ വന്നാലും നമ്മൾ ധൈര്യത്തോടെ നേരിടും. അതിനുവേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യാനും പോവാണ് അല്ലേ. നമ്മൾ ഈ കാണുന്ന ഇപ്പോൾ റെഗുലർ ബാച്ചിലിരിക്കുന്ന കുട്ടികൾ, നമ്മുടെ ഇരുന്നിട്ടുള്ള പിള്ളേർക്ക് തന്നെ നമ്മുടെ ആൾക്കാർക്ക് അറിയാലോ, നമ്മൾ ക്ലാസ്സിൽ ഏതാണ്ട് 10-14 ക്വസ്റ്റ്യൻ പേപ്പേഴ്സും RTP MTP ഒക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എന്തിനെത്രയും ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് എക്സാമിന് ഏത് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വന്നാലും കോൺഫിഡൻ്റ് ആയിട്ട് എഴുതാൻ വേണ്ടിയിട്ട് അല്ലേ. സോ നമ്മൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, പക്ഷേ ഒന്ന് കരുതിയിരിക്കണം, സൂക്ഷിക്കണം. സോ യെസ്, ഇനഫ് ഓഫ് ദ റാൻഡിങ് ഫ്രം മൈ സൈഡ്. ലെറ്റ് സ്റ്റാർട്ട് ദ ഡിസ്കഷൻ ഓഫ് RTP. ഓക്കെ, RTP ഇപ്പോൾ ഇത് കാണുക. ആൻഡ് വിത്തിൻ എ കപ്പിൾ ഓഫ് വീക്സ് MTP1ഉം MTP2ഉം വരും. അതും നിർബന്ധമായിട്ട് കാണണം. 2 days സ്ട്രാറ്റജി എന്നൊരു വീഡിയോ വരും. അതും നിർബന്ധമായിട്ട് കാണണം, സ്കിപ്പ് ചെയ്യരുത്. ഇത് നിങ്ങൾക്ക് വേണ്ടി തന്നെയാണ് ഇതെല്ലാം പറയുന്നതും ചെയ്യുന്നതും. ഓക്കെ. സോ യെസ്, ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ദ MCQs. RTP MTPയുടെ MCQs ഒന്ന് നോക്കാം. ആൻഡ് കേസ് സ്റ്റഡി MCQs ഞാൻ പറയാറുണ്ട്, നമുക്ക്
യു സ്റ്റാർട്ട് മേക്കിംഗ് ദാറ്റ് ഹാബിറ്റ്. ഇപ്പോൾ കഴിഞ്ഞ 2-3 അറ്റംപ്റ്റിലൊക്കെയും എക്സാം എഴുതിയിട്ടുള്ള ആൾക്കാരൊക്കെ ചോദിച്ച് നമുക്ക് അറിയുന്ന കാര്യമാണ്. ഞാനും ക്ലാസ്സിൽ എപ്പോഴും പറയുന്ന കാര്യമാണ്. കേസ് സ്റ്റഡി ബേസ്ഡ് MCQസിൽ കേസ് ഫുള്ള് വായിച്ച് അങ്ങനെ സമയം കളയേണ്ട ആവശ്യമില്ല. നേരെ ക്വസ്റ്റ്യൻസിലോട്ട് പോവാം. ചില സമയത്ത് കേസ് വായിച്ചാലേ ഉത്തരം പറയാൻ പറ്റുള്ളൂ എന്ന ടൈപ്പ് ഓഫ് സിറ്റുവേഷൻ വരും. അതാണെങ്കിൽ മാത്രം റെലവൻറ്റ് പാരഗ്രാഫ് വായിച്ചാൽ മതി. ആ രീതിയിൽ ശീലിക്കുക. ഓക്കെ, വെറുതെ ഫുൾ കേസ് ഇങ്ങനെ പത്രപാരായണം പോലെ ഡീറ്റെയിൽ ആയിട്ട് വായിക്കേണ്ട ആവശ്യമില്ല. സോ RTP NTPയിലൊക്കെയും നിങ്ങൾ എങ്ങനെയാണോ എക്സാമിന് പെർഫോം ചെയ്യേണ്ടത് ആ രീതിയിലായിരിക്കും ഞാൻ ഇത് പറഞ്ഞു പോകുന്നത്. ഓക്കെ, എന്തായാലും ഇത് RTP ആണ്, നമ്മുടെ ക്ലാസ് വീഡിയോ അല്ല. ഞാൻ ഇതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഓൾറെഡി ക്ലാസ്സസ് എല്ലാം അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഫൈനൽ ലാപ്പിൽ നിൽക്കുന്ന ആൾക്കാരാണ് നിങ്ങളൊക്കെ. സോ യെസ്, എപ്പോഴും പറയുന്ന പോലെ കേസ് സിനാരിയോസ് ഒന്നും ഞാൻ വായിക്കുന്നില്ല. നേരെ ക്വസ്റ്റിലോട്ട് പോവുകയാണ്. പിന്നെ ആവശ്യം വന്നാൽ മാത്രം കഥ നോക്കാം. കൺസിഡറിങ് ദ ഡിലേമ ഓഫ് ജെ. ഓക്കെ, dilemma എന്ന് വെച്ചാൽ കൺഫ്യൂഷൻ. ഡിസ്ക്രൈബ്ഡ് ഇൻ ദ കേസ് സിനാരിയോ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഇസ് മോസ്റ്റ് അപ്രോപ്രിയേറ്റ്. വി ഹാവ് ടു ഐഡൻറ്റിഫൈ ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, എന്താണ് സ്റ്റേറ്റ്മെൻറ്റ്സ് നോക്കാം. Only overall audit strategy needs to be documented. Only audit plan needs to be documented. Okay, that's a 300 based on. Both overall strategy and plan need to be documented. Overall strategy, plan and any significant changes made during the audit engagement has to be documented, and the reason for such. ഇത് വളരെ ഒബ്വിയസ് അല്ലേ. ഇതിപ്പോൾ essay 300 പഠിക്കാത്ത ഒരാൾക്കാണെങ്കിൽ പോലും ഗസ് ചെയ്യാൻ വേണ്ടി പറ്റും ഏറ്റവും കൂടുതൽ എഴുതിയേക്കുന്ന സാധനമായിരിക്കും ആൻസറിന്. ബട്ട് അതല്ല, essay 300 ഇത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഡോക്യുമെൻറ്റിങ് ദ ചേഞ്ചസ്, എന്തൊക്കെയാണ് ഓഡിറ്റ് പ്ലാൻ, നമ്മുടെ പ്ലാൻ എന്താണ്, നമ്മുടെ സ്ട്രാറ്റജി എന്താണ്, ഇനി റിവിഷൻസ് ഓഫ് പ്ലാൻ ആൻഡ് സ്ട്രാറ്റജി മെയ്ഡ്, അതെല്ലാം നമ്മൾ ഡോക്യുമെൻറ്റ് ചെയ്യണം essay 300 പറയുന്നുണ്ട്. സോ സ്ട്രൈറ്റ് ആൻസർ. Second question, guide K regarding the most appropriate statement regarding concerning the obtaining of sufficient appropriate evidence. Okay, sufficient appropriate evidence is to be obtained only in the case of statutory audit. ഒരിക്കലും അല്ല, ഏത് ഓഡിറ്റ് ചെയ്യുമ്പോഴും സഫീഷ്യൻറ്റ് അപ്രോപ്രിയേറ്റ് എവിഡൻസ് കിട്ടിയാലേ പറ്റൂ. അതൊരു അഷുറൻസ് എൻഗേജ്മെൻറ്റിൻ്റെ ഫീച്ചറാണ് സഫീഷ്യൻറ്റ് അപ്രോപ്രിയേറ്റ് എവിഡൻസ് വാങ്ങിക്കുക എന്നുള്ളത്. സോ സഫീഷ്യൻറ്റ് അപ്രോപ്രിയേറ്റ് എവിഡൻസ് ഇസ് ടു ബി ഒബ്റ്റെയിൻഡ് ഓൺലി ഇൻ കേസ് ഓഫ് സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ്. അല്ല, ബാക്കി വായിക്കേണ്ട ആവശ്യമില്ല, തെറ്റാണ്. Sufficient appropriate evidence is to be obtained in audit engagements, review engagements and engagements involving examination of prospective information. That is the answer. ഏത് തരം അഷുറൻസ് എൻഗേജ്മെൻ്റ് ആണെങ്കിലും പ്രോസ്പെക്റ്റീവ് ഇൻഫർമേഷൻസ് മേളിലായിക്കോട്ടെ അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ ഇൻഫർമേഷൻ മേലെ സംഭവിക്കുന്ന ഓഡിറ്റും റിവ്യൂ ആയിക്കോട്ടെ, എല്ലാ അഷുറൻസ് എൻഗേജ്മെൻറ്റ്സിലും എന്ത് വേണം, സഫീഷ്യൻറ്റ് അപ്രോപ്രിയേറ്റ് എവിഡൻസ് കിട്ടിയിട്ടാണ് ഒപ്പീനിയൻ ഇൻറ്റൻഡഡ് യൂസറിന് കൊടുക്കുന്നത്. ഇൻറ്റൻഡഡ് യൂസറിന് നമ്മൾ ഒരു അഷുറൻസ് കൊടുക്കുന്നുണ്ടെങ്കിൽ സഫീഷ്യൻറ്റ് അപ്രോപ്രിയേറ്റ് എവിഡൻസ് ബേസിസിൽ ആകാൻ പാടുള്ളൂ. യെസ്, ദാറ്റ് ഇസ് ദി ആൻസർ. Third question, advise K regarding the most appropriate statement in respect of documenting materiality. Materiality of 75,000 needs to be documented. ഇത് മിക്കവാറും കഥ വായിക്കേണ്ടി വരും. എന്താണ് പെർഫോമൻസ് മെറ്റീരിയാലിറ്റി വിച്ച് ഇസ് സെറ്റ് അറ്റ് മോർ ദാൻ മെറ്റീരിയാലിറ്റി ഫോർ ദി FS ആസ് എ ഹോൾ എന്ന് പറയുന്നത് തെറ്റാണ്. ഒരിക്കലും പെർഫോമൻസ് മെറ്റീരിയാലിറ്റി OM-നേക്കാളും മുകളിലല്ല, താഴെയല്ലേ. പെർഫോമൻസ് മെറ്റീരിയാലിറ്റി വിച്ച് ഇസ് സെറ്റ് അറ്റ് ലെസ് ദാൻ മെറ്റീരിയാലിറ്റി for the financial statements as a whole requires to be documented along with materiality. Okay, it seems good. Performance materiality for certain transaction which is set at par level materiality. അതൊന്നുമല്ല, പാറും ഒന്നുമല്ല, ചാറൊന്നുമല്ല. എന്തായിരിക്കും? C is the answer. C. അടുത്ത ക്വസ്റ്റ്യൻ, OM-നേക്കാളും താഴെയാണ് PM. അത് നോർമൽ 320 കൺസെപ്റ്റ് അല്ലേ. വിച്ച് ഓഫ് ദ ഫോളോയിങ് കോമ്പിനേഷൻ ബെസ്റ്റ് ഡിസ്ക്രൈബ്സ് 3-party റിലേഷൻഷിപ്പ് ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ഓഡിറ്റ് ഓഫ് പാർട്ട്ണർഷിപ്പ്. ഓക്കെ, ട്രൈ-പാർട്ടി റിലേഷൻഷിപ്പ്, അഷുറൻസ് എൻഗേജ്മെൻറ്റിൻ്റെ 3 parties ആരൊക്കെയാണ്? നമ്മുടെ പ്രാക്ടീഷണർ, റെസ്പോൺസിബിൾ പാർട്ടി, ഇൻറ്റൻഡഡ് യൂസർ അല്ലേ. അനൂജൻ അസോസിയേറ്റ്സ്, മാനേജ്മെൻറ്റ് ആൻഡ് ഇൻകം ടാക്സ് അതോറിറ്റിയാണ്. ഇൻഡിവിജ്വൽ ടീം മെമ്പേഴ്സ് അസിസ്റ്റിംഗ് ദ അനുജൻ, മാനേജ്മെൻറ്റ് പാർട്ട്നേഴ്സ്, അല്ലല്ല, അനുജൻ അസോസിയേറ്റ്സ്, മാനേജ്മെൻറ്റ് പാർട്ട്നേഴ്സ്, ബാങ്കേഴ്സ്, അനുജൻ അസോസിയേറ്റ്സ്, മാനേജ്മെൻറ്റ് പാർട്ട്നേഴ്സ് ആൻഡ് ഇൻറ്റൻഡഡ്. ഇതെന്തത്? ഇത് ക്വസ്റ്റൻ ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കിയ പോലുണ്ട്. D, റെസ്പോൺസിബിൾ പാർട്ടി, പ്രാക്ടീഷണർ, ഇൻറ്റൻഡഡ് യൂസർ, ഇവരാണല്ലോ നമ്മുടെ 3-party റിലേഷൻഷിപ്പ്. പിന്നെ ഇനി അഷുറൻസ് എൻഗേജ്മെൻറ്റ് വരിക, അത് ഓഡിറ്റ് ആണെങ്കിലും റിവ്യൂ ആണെങ്കിലും ഏതാണെങ്കിലും. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഇസ് ട്രൂ റിഗാർഡിംഗ് ഡ്രോയിങ് പവർ? DP is 10 lakh and firm can withdraw 10 lakh. DP is 12 lakh, firm can withdraw 12 lakh. ഇത് വായിക്കണമെങ്കിൽ ഇപ്പം ഇങ്ങനത്തെ സിറ്റുവേഷൻ വന്നു. ഇതിപ്പോൾ കേസ് വായിച്ചേ പറ്റൂ. ഇതിപ്പോൾ ഏത് 10, 12 എന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല കേസ് ക്വസ്റ്റ്യൻ വായിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും? നമ്മൾ കേസ് നോക്കും. ആൻഡ് കേസ് നോക്കുമ്പോൾ ഇപ്പോൾ നമുക്കറിയാം ആ കഥ ഫുള്ള് വായിക്കേണ്ട ആവശ്യമില്ല. ഡ്രോയിങ് പവറിൻ്റെയും സാങ്ഷൻ ലിമിറ്റിൻ്റെയും ആവശ്യമായിട്ടുള്ള ഡേറ്റ മാത്രം ജസ്റ്റ് നോക്കിയാൽ മതി. അപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കുന്ന സമയത്ത് ആദ്യം നമുക്കൊരു സാധനം കാണാൻ വേണ്ടി പറ്റുന്നത് ക്യാഷ് ക്രെഡിറ്റ് ലിമിറ്റ് ഓഫ് 10 lakh അവർക്ക് കിട്ടിയിട്ടുണ്ടെന്ന്. സോ ദിസ് മസ്റ്റ് ബി ദ സാങ്ഷൻ ലിമിറ്റ്. ഓക്കെ, സാങ്ഷൻഡ് ലിമിറ്റ് 10 ലക്ഷം. അപ്പോൾ ഇനി ഡ്രോയിങ് പവറിനെ പറ്റി താഴേക്ക് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവണം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് താഴത്തേക്ക് പോകാം നമുക്ക്. യെസ്, എന്തോ ഡ്രോയിങ് പവറിനെ പറ്റി പറയുന്നുണ്ട്.
In accordance with the terms of sanction, it has been stipulated that partnership is required to submit quarter stock statements during quarter ended 31st December. Value of stocks declared by the firm is 10 lakh and the margin stipulated is 20%. ഓക്കെ, അപ്പോൾ ഡ്രോയിങ് പവർ കമ്പ്യൂട്ട് ചെയ്യാം. സ്റ്റോക്ക് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ബേസിസിലാണ് ഡ്രോയിങ് പവർ കമ്പ്യൂട്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഡെറ്റേഴ്സും തന്നിട്ടില്ല, സ്റ്റോക്ക് തന്നിട്ടുണ്ട്, ഒബ്സൊലീറ്റ് സ്റ്റോക്കിൻ്റെ ഡേറ്റ ഒന്നുമില്ല, ജസ്റ്റ് സ്റ്റോക്കിൻ്റെ വാല്യൂം മാർജിനും മാത്രമേ തന്നിട്ടുള്ളൂ. സോ 10 lakhs സ്റ്റോക്കിൽ നിന്ന് 20% മാർജിൻ മൈനസ് ചെയ്താൽ 8 ലക്ഷം ഉണ്ട്. സോ ദ ഡ്രോയിങ് പവർ മസ്റ്റ് ബി 8 ലക്ഷം. സോ 8 ലക്ഷം ഡ്രോയിങ് പവർ, സാങ്ഷൻ ലിമിറ്റ് 10 ലക്ഷം, വിച്ച് എവർ ഇസ് ലോ. 8 ലക്ഷം മാത്രമേ വിഡ്രോ ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. ക്വസ്റ്റൻ എന്താണ്? ഡ്രോയിങ് പവർ ഇസ് 8, സാങ്ഷൻ ലിമിറ്റ് ഇസ് 10. സോ ഡ്രോയിങ് പവർ ഇസ് 8 lakh ആൻഡ് ഫേം ക്യാൻ വിഡ്രോ അപ് ടു 10 lakh അല്ല. ഡ്രോയിങ് പവർ ഇസ് 8 lakh ആൻഡ് ഫേം ക്യാൻ വിഡ്രോ അപ് ടു 8 lakh അല്ലേ? വിച്ച് എവർ ഇസ് ലോ വരെയല്ലേ പറ്റത്തുള്ളൂ. ഡ്രോയിങ് പവർ നമുക്കിപ്പോൾ എത്ര കിട്ടിയത്? 8 ലക്ഷം കിട്ടി. സാങ്ഷൻ ലിമിറ്റ് 10. അപ്പോൾ വിച്ച് എവർ ഇസ് ലോ 8 പറ്റത്തുള്ളൂ. സോ ഫിഫ്ത്ത് ക്വസ്റ്റൻ ഇസ് വിച്ച് എവർ ഇസ് ലോ. ഡ്രോയിങ് പവർ ഓർ സാങ്ഷൻ ലിമിറ്റ് വിച്ച് എവർ ഇസ് ലോ വരെ പറ്റത്തുള്ളൂ. ഓക്കെ, ദാറ്റ് ഇസ് ദി ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കേസ് സ്റ്റഡി ഈസ് ഓവർ. ഫസ്റ്റ് കേസ് സ്റ്റഡി ഈസ് ഓവർ. പക്ഷേ ഇത്രയും സിമ്പിളായിട്ടുള്ള RTP ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ എനിക്ക് ഇതുപോലൊരു സിമ്പിൾ RTP ചെയ്തത് ഞാൻ ഓർക്കുന്നത് Jan 25-ൻ്റെയാണ്. The auditor of PAC Private Limited Pickle Manufacturing Company noticed that company is expanding its operations. Okay, what is the question? The letter control system remains the same to handle the increased volume of transactions. And consequently, auditor concludes that material misstatements would not be prevented, detected or corrected by the entities internal control. അപ്പോൾ ഓഡിറ്ററിന് ഏതോ ഒരു ഓഡിറ്റിൻ്റെ ഭാഗമായിട്ട് തോന്നുകയാണ് that misstatements are not going to be PDC by the internal control. That type of risk is called as control risk. Simple question. ഭയങ്കര സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് RTPയിൽ വന്നിട്ടുള്ളത്. ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് ആണ് എക്സാമിന് വരുന്നെങ്കിൽ എനിക്ക് ഉറപ്പാണ് എൻ്റെ പിള്ളേർ 95+ മേടിക്കും. 5 മാർക്ക് വിട്ടുകൊടുത്തേക്ക് പോട്ടെ. എന്നാലും നെക്സ്റ്റ് എന്താണ്? കേസ് സ്റ്റഡി ആണെന്ന് തോന്നുന്നു. കേസ് സ്റ്റഡി ആണോ? അല്ലല്ല, വലിയൊരു ക്വസ്റ്റനാണ്. The auditor of XYZ Limited performing audit procedures to obtain sufficient evidence covering each and every area impacting the affairs of the company. Before signing the audit report on 16th September, okay. Signing the audit report on 16th September, the auditor became aware of a fire accident at the company's yarn factory on 10th August. Okay, we have subsequent events here. 31st മാർച്ചിന് ശേഷം എന്നാൽ ഓഡിറ്റ് റിപ്പോർട്ടിന് മുമ്പ്. ഓഡിറ്റ് റിപ്പോർട്ടിൻ്റെ ഡേറ്റ് വന്നത് 16th September ആണ്. അതിന് മുമ്പായിട്ട് 10th August. ഓക്കെ, SA 560 ഇപ്പോൾ റിപ്പീറ്റിംഗ് നേച്ചറിൽ കാണിക്കുകയാണേ. ഐ തിങ്ക് ഇറ്റ് വാസ് ദെയർ ഇൻ ദ പ്രീവിയസ് അറ്റംപ്റ്റ്. September 25 അറ്റംപ്റ്റിൽ MCQസിൽ വളരെ ഡയറക്റ്റ് സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് അഡ്ജസ്റ്റിംഗ് ഇവൻ്റ് അല്ലാത്തത് ഏതെന്നോ അഡ്ജസ്റ്റിംഗ് ഇവൻ്റ് ഏതാണെന്നോ അങ്ങനെ എന്തൊരു ലൈക്ക് AS4 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് നൗ അഗെയിൻ നമ്മുടെ RTPയിൽ വരുന്നുണ്ട്. സോ SA 560 റിവൈസ് ചെയ്യുന്ന കുട്ടികൾ, അതായത് ഓഡിറ്റ് പഠിക്കുന്ന കുട്ടികൾ SA 560 നോക്കി വെച്ചോ. ഇറ്റ്സ് എ ഗുഡ് എസ്സേ. എക്സാമിന് വരാൻ നല്ല ചാൻസ് ഉണ്ട് കേട്ടോ ഇത്തവണ. ഓൾസോ അറ്റംപ്റ്റ് ടഫാക്കാൻ താല്പര്യമുണ്ടെങ്കിൽ SA 560 എന്നൊക്കെ നല്ലപോലെ ടഫാക്കാൻ പറ്റിയ സാധനങ്ങളുണ്ട്. ഓഡിറ്റേഴ്സ് റെസ്പോൺസ് എന്തായിരിക്കണം, ഇഫ് ഹി ഐഡൻറ്റിഫൈസ് എനി മിസ്റ്റേക്സ് ആഫ്റ്റർ ദ ഡേറ്റ് ഓഫ് ഈ പറയുന്ന ഓഡിറ്റ് റിപ്പോർട്ട്, ബട്ട് ബിഫോർ ദ FSS ഇഷ്യൂ ടു ദ പബ്ലിക്, ആഫ്റ്റർ ഇഷ്യൂ ടു ദ പബ്ലിക്കിലൊക്കെ കുറച്ച് സെൻറ്റൻസുകളൊക്കെ ഇല്ലേ. അപ്പോൾ അങ്ങനത്തെ ടോപ്പിക്സൊക്കെ ടഫ് അറ്റംപ്റ്റുകളൊക്കെ അവർക്ക് എടുത്തിടാൻ ചാൻസ് ഉള്ള സംഭവമാണ്. സോ യെസ്, SA 560 പഠിച്ചു വയ്ക്കുക, ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ബിഫോർ സൈനിങ് ദ ഓഡിറ്റ് റിപ്പോർട്ട് ഓൺ 16th September, the auditor became aware of the fire accident on 10th August. See, അതിന് മുമ്പ് 20th July എന്ന് പറഞ്ഞിട്ട് ഡേറ്റ് തന്നിട്ടുണ്ട്. അത് ചുമ്മാ കൺഫ്യൂസ് ചെയ്യിപ്പിക്കാൻ തരുവാണ്. Auditor of XYZ Limited performed procedure to obtain evidence covering each and every area of the company by 20th July. ജൂലൈ 20th വർക്ക് തീർക്കാൻ അയാൾ ഉദ്ദേശിക്കുന്നു. ആ ഡേറ്റിന് യാതൊരു റിലവൻസും ഇല്ല. ഓഡിറ്റ് റിപ്പോർട്ട് എന്നാണ് കൊടുക്കുന്നത് നോക്കുക. 31st മാർച്ചിന് ശേഷം ഓഡിറ്റ് റിപ്പോർട്ടിന് അന്ന് വരാനുള്ള ഡേറ്റാണ് SA 560 കവർ ആവുക. ഓഡിറ്റ് റിപ്പോർട്ടിൻ്റെ ഡേറ്റ് വന്നിട്ട് 16th September ആണ്. 10th August ഓഡിറ്റർ ബിക്കം അവെയർ ഓഫ് എ ഫയർ ആക്സിഡൻറ്റ് ഓൺ 10th August, ഡിസ്ട്രോയിങ് എ ലാർജ് പാർട്ട് ഓഫ് ദ ഇൻവെൻട്രി. ഓക്കെ, സോ AS4 ട്രിഗർ ആയി കഴിഞ്ഞു. ഇതൊരു EOBS, ഇവൻറ്റ്സ് ഒക്കറിംഗ് ആഫ്റ്റർ ബാലൻസ് ഷീറ്റ് ആണ്. Prima facie fire accident is going to be a non-adjusting event which requires disclosures only, but then substantial part of inventory എന്നൊക്കെ പറയുന്നത് കൊണ്ട് വേണമെങ്കിൽ അത് മറ്റേ AS4ൻ്റെ ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ, അഡ്ജസ്റ്റിംഗ് ഇവൻ്റ് ആയിട്ടും മാറാം. ഓക്കെ, ശരി. അപ്പോൾ നമ്മുടെ റെസ്പോൺസിബിലിറ്റി, വാട്ട് ഇസ് ദ ക്വസ്റ്റ്യൻ? പെർഫോം ഓഡിറ്റ് പ്രൊസീജിയർ ഡിസൈൻ ടു ഒബ്റ്റെയിൻ സഫീഷ്യൻറ്റ് എവിഡൻസ് ദാറ്റ് ഓൾ ദ ഇവൻറ്റ്സ് ബിറ്റ്വീൻ ഡേറ്റ് ഓഫ് FS ആൻഡ് ഓഡിറ്റ് റിപ്പോർട്ട് that requires adjustments or disclosure has been identified.
If such events that require adjustments or disclosures has been identified, it shall be determined whether each such event is appropriately reflected in the FS. Obtain a representation from the management that all the events occurring. ഇതിപ്പോൾ ടെക്സ്റ്റ് ബുക്ക് ഫുള്ള് വെറുതെ ഒരു ടെക്സ്റ്റ് ബുക്കിലത്തെ പാരഗ്രാഫിനെ അവർ വെറുതെ ഓപ്ഷൻ ആക്കി വെച്ച പോലെ ഉണ്ടല്ലോ, അതേ ഓർഡറിൽ കോപ്പി പേസ്റ്റ് ഇരിക്കുക. എവറിത്തിങ് ഹാസ് ടു ബി ഡൺ. ഓഡിറ്റർ ഹാസ് ടു ഡു ഓൾ ദീസ് തിങ്സ്. ഈ പറഞ്ഞേക്കുന്ന കാര്യങ്ങളിൽ 1, 2, 3 എല്ലാം ചെയ്യേണ്ടതാണ്. ദാറ്റ് ഇസ് ദി ആൻസർ. ഓക്കെ, ഇടയിൽ വന്നേക്കുന്നത് ക്വസ്റ്റ്യൻ സിമ്പിളാണ്, പക്ഷേ SF56 നോക്കി വെച്ചോ, അതൊന്നും നല്ല യമണ്ട ക്വസ്റ്റ്യൻ വേണമെങ്കിൽ അവർക്ക് ഇടാൻ പറ്റും. ഓക്കെ, വൈൽ കണ്ടക്ടിങ് ദി ഓഡിറ്റ് ഓഫ് സന്ധ്യ ഹാവിംഗ് ടേൺ ഓവർ ഓഫ് 200 crore ആൻഡ് ബോറോയിങ്സ് ഫ്രം ബാങ്ക് 50 crore. Audit team is determining that the accounting policies and methods of recording debt are appropriate and applied consistently. Okay. And also verifying loan balances with reference to sanction letter. Okay, assertion based question. He is verifying what? അപ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്താണ്? വെരിഫൈങ് ദ ലോൺ ബാലൻസസ് വിത്ത് ദ സാങ്ഷൻ ലെറ്റർ. ഓക്കെ, അക്കൗണ്ട് ബാലൻസിനെ ചെക്ക് ചെയ്യുന്നു. അക്കൗണ്ട് ബാലൻസ് കറക്റ്റ് ആണോ എന്ന് ഈ സ്റ്റേറ്റ്മെൻറ്റ്സ് വെച്ച് ലോൺ അഗ്രിമെൻറ്റ് നോക്കിയിട്ട് ഉറപ്പുവരുത്തുന്നു. അതായത് എത്രയാണ് ശരിക്കും പൈസ കൊടുത്തേക്കുന്നത്, എത്ര നാളായിട്ട് ഇപ്പോൾ ഔട്ട്സ്റ്റാൻഡിങ് ആണ്, എത്ര റീപേയ്മെൻറ്റ് വന്നു, അങ്ങനെ കമ്പ്യൂട്ട് ചെയ്തിട്ട് ആ ഔട്ട്സ്റ്റാൻഡിങ് ലോൺ ബാലൻസിനെ ചെക്ക് ചെയ്യാൻ ശ്രമിക്കില്ലേ. ലോൺ ബാലൻസ് ചെക്ക് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ഓൾവേസ് വാലുവേഷൻ. ലൈക്ക് ഐ സെഡ്, MCQസിലല്ല പ്രശ്നം വരുന്നത്. ഓക്കെ, ഇതന്നെയല്ലേ നമ്മുടെ ആൻസേഴ്സ് വന്നേക്കുന്നത്, നോക്കിക്കോ, അത് തന്നെയായിരിക്കും. സോ യെസ്, ദാറ്റ് ഇസ് ദ എന്താ നമ്മളുടെ ദിസ് ഇസ് ഓവർ. വാട്ട് ദി MCQ പാർട്ട് ഇസ് ഓവർ. നൗ കമ്മിങ് ടു ദി descriptive part. Mickey and Associates Chartered Accountants were appointed as auditors of STI Limited, a textile manufacturing company. Okay, management of the company discussed with the newly appointed auditor that the company has been suffering losses. Okay, and accounts are not properly maintained in the current situation. Management of the company, okay, ഇതാണ് സിറ്റുവേഷൻ. വന്ന് കേസ് സ്റ്റഡി ബേസ്ഡ് ക്വസ്റ്റ്യൻസിൽ മാത്രമല്ല, നമ്മുടെ നോർമലായിട്ടുള്ള സ്ട്രെയിറ്റ് ഫോർവേഡ് സാധാരണ ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻസ് ഇല്ലേ, അതിലും ഈ പറഞ്ഞ പോലെ വലിയ പാരഗ്രാഫുകൾ അങ്ങനെ ക്വസ്റ്റ്യൻസ് ഒക്കെ കണ്ടു കഴിഞ്ഞിട്ടല്ലോ, യു ഫസ്റ്റ് കം റീഡ് ദ ലാസ്റ്റ് ടോപ്പ്. ആ ലാസ്റ്റിലോട്ട് വരുമ്പോഴത്തേക്കും ആക്ച്വലി കാണാൻ വേണ്ടി പറ്റും. മിക്കി ആൻഡ് അസോസിയേറ്റ്സ് വെർ അപ്പോയിന്റഡ് ആസ് ഓഡിറ്റേഴ്സ് ഓഫ് STI Limited, a textile manufacturing company for the financial year 24-25. Management of the company discussed with the newly appointed auditors that the company has been suffering losses. Okay, and what is happening? Management is requesting the auditor to give complete assurance about the FS. കംപ്ലീറ്റ് അഷുറൻസ്, അതായത് ഒരു അബ്സലൂട്ട് അഷുറൻസ് പോലത്തെ ഒരു അഷുറൻസ് കിട്ടുമോ എന്നാണ് മാനേജ്മെൻറ്റ് ചോദിക്കുന്നത്. സോ ദ ക്വസ്റ്റ്യൻ ഇസ്, ക്യാൻ ദി ഓഡിറ്റർ ഡൂ സോ? can we give absolute assurance in the above situation? No, we can't. അത് ഇപ്പോൾ മിക്കി ആണെങ്കിലും ശരി, ഡൊണാൾഡൊക്കെ ആണെങ്കിലും ശരി, നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല. ഈ പറയുന്ന അബ്സലൂട്ട് അഷുറൻസ് ഉള്ളത് ഓഡിറ്ററിൻ്റെ പെർവ്യൂവിൽ സംഭവിക്കുന്ന കാര്യം അല്ല. നമ്മൾ കൊടുക്കുന്ന അഷുറൻസ് എന്നാണ് റീസണബിൾ അഷുറൻസ്. സോ വാട്ട് ഇസ് ദിസ്? ദാറ്റ് ഇസ് ദി ആൻസർ. ഡിസ്കസ് ദിസ് ആൻസർ വിത്ത് റെഫറൻസ് ടു ദി ഒബ്ജക്റ്റീവ്സ് ഓഫ് ഓഡിറ്റ്. സോ SA 200ൻ്റെ കോൺടെക്സ്റ്റിൽ പറയാം. അപ്പോൾ എന്താണ് ആദ്യം SA 200 പ്രകാരം എന്താണ് നമ്മുടെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയാം. സോ ഇപ്പോൾ ഇതൊരു ഓപ്പൺ എൻഡഡ് ക്വസ്റ്റൻ ആണ്. അതായത് SA 200ഉം ആ റീസണബിൾ അഷുറൻസിൻ്റെ ഒക്കെ കൺസെപ്റ്റ് ചേർത്തിട്ട് നമ്മൾ ആൻസർ എഴുതുക. RTPയിലത്തെ ആൻസർ അതേപോലെ കാണാൻ പഠിക്കാൻ നിൽക്കണ്ട. നമുക്ക് അറിയാവുന്ന ടോപ്പിക്സ് എന്തൊക്കെ. ഇപ്പോൾ ഡിസ്കസ് ദിസ് ആൻസർ വിത്ത് ഇൻ ദ ലൈറ്റ് ഓഫ് SA 200. അപ്പോൾ SA 200ൽ എന്താണ് ഓവർ ഒബ്ജക്റ്റീവ്സ് ഓഫ് ദി ഓഡിറ്റർ എന്ന് പറയുക. ഓക്കെ, അതിനുശേഷം പറയുക, ഇപ്പോൾ ഓവർ ഒബ്ജക്റ്റീവ് പറയുന്ന സമയത്ത് നമ്മൾ പറയുന്നത് ടു ഒബ്റ്റെയിൻ റീസണബിൾ അഷുറൻസ് ദി FS എക്കണോമിക്സ് ഓൾ ഓഫ് ഫ്രം മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ പറയില്ലേ. അപ്പോൾ SA 200 ഒബ്ജക്റ്റീവ് കോട്ട് ചെയ്തതിന് ശേഷം റീസണബിൾ അഷുറൻസ് മീൻസ് വാട്ട്? എ ഹൈ ലെവൽ ഓഫ് അഷുറൻസ് ബട്ട് ഇസ് നോട്ട് ഈക്വൽ ടു അബ്സലൂട്ട് ലെവൽ ഓഫ് അഷുറൻസ്. എന്നിട്ട് പറയുക FSൽ നമ്മൾ റീസണബിൾ അഷുറൻസ് കൊടുക്കുന്നുണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? മിസ്റ്റേക്മെൻറ്റ്സ് ക്യാൻ ഹാപ്പൻ ഇൻ FS ബിക്കോസ് ഓഫ് ഫ്രോഡ് ഓർ എറർ ഓർ ബോത്ത്. ആൻഡ് നമുക്ക് പ്രൊഫഷണൽ ജഡ്ജ്മെൻറ്റും സ്കെപ്റ്റിസും എല്ലാം യൂസ് ചെയ്തിട്ട് ടേക്കൺ ആസ് എ ഹോൾ മെറ്റീരിയൽ ആയിട്ടുള്ള മിസ്റ്റേക്മെൻറ്റ്സ് ഇല്ല എന്ന് ഉറപ്പ് മാത്രമേ കൊടുക്കാൻ പറ്റത്തുള്ളൂ. അതിനെയാണ് നമ്മൾ ഈ പറയുന്ന ഹൈ ലെവൽ ഓഫ് അഷുറൻസ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇതൊക്കെയാണ് പറയുന്ന ആൻസർ. അപ്പോൾ അവർ പറഞ്ഞേക്കുന്ന ആൻസേഴ്സ് ജസ്റ്റ് ഒന്ന് നോക്കുക, കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല. ബട്ട് നോക്കിയേ, ആദ്യം SA 200ത്തെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് കോട്ട് ചെയ്യുന്നുണ്ട് അവർ. SA 200ത്തെ ഒബ്ജക്റ്റീവ്സ് ആസ് പെർ SA 200, the objective of the auditor is to obtain a reasonable assurance that the FS taken as a whole are free from material misstatements, whether from fraud or error. എന്നിട്ട് reasonable assurance is to be distinguished from absolute assurance. അബ്സലൂട്ട് അഷുറൻസിനെയാണ് ഈ പറയുന്ന കംപ്ലീറ്റ് അഷുറൻസ് പറയുക. വേറെ റീസണബിൾ അഷുറൻസ് ഇസ് എ ഹൈ ലെവൽ ഓഫ് അഷുറൻസ് ബട്ട് ഇറ്റ് ഇസ് നോട്ട് ഈക്വൽ ടു കംപ്ലീറ്റ് അഷുറൻസ്. ആ പോയിന്റ് പറഞ്ഞു. എന്നിട്ട് പിന്നെ അവർ പറയുന്ന ഓഡിറ്റ് ഓഫ് FS ഇസ് carried out വിത്ത് പ്രൊഫഷണൽ കോമ്പറ്റൻസും സ്കിൽസും ജഡ്ജ്മെൻറ്റും വെച്ചിട്ടാണ് ചെയ്യുന്നത്. ആൻഡ് വി പെർഫോം ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് ടു ഒബ്റ്റെയിൻ സഫീഷ്യൻറ്റ് അപ്രോപ്രിയേറ്റ് എവിഡൻസസ് ഓൺലി. കൺക്ലൂസീവ് ആയിട്ടുള്ള എവിഡൻസ് കിട്ടുന്നില്ല. Okay, audit procedures applied in accordance with SN. Audit evidence is obtained and evaluated. On the basis of that only we form the conclusion. Misstatements can happen because of fraud or error or both. We seek to obtain reasonable assurance whether FS as a whole fraud or error നിന്നും മുക്തമാണോ എന്ന് മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ.
ഒപ്റ്റൈനിങ് റിസർവേഷൻ ഇതൊക്കെ ജസ്റ്റ് ഓൺവേർഡ്സിൽ എഴുതാം. ഇവിടെ നിന്നും വലിയതായിട്ടുള്ള ലൈക്ക് ഇതേ 1 2 3 4 ഇതേ രീതിയിൽ ആൻസർ ആണ്, യാതൊരു നിർബന്ധമില്ല. എന്താണ് എസ് എ 200th ഒബ്ജക്റ്റീവ്, എന്താണ് റീസണബിൾ അഷ്വറൻസിൻ്റെ മീനിങ്, ഈ മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് വെച്ചാൽ എങ്ങനെയൊക്കെ സംഭവിക്കാം, ഫ്രോഡ് കാരണമോ എററോ കാരണം സംഭവിക്കാം. ആൻഡ് എഫ് എസ് ടേക്കൺ ആസ് എ ഹോൾ ഇതിൽ നിന്നും ഫ്രീ ആണെന്ന് സഫീഷ്യൻറ്റ് അപ്രോപ്രിയേറ്റ് എവിഡൻസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് റീസണബിൾ അഷ്വറൻസ് ആയി. ഇത് നമ്മൾ ക്ലാസ്സിൽ നോട്ട് തരുന്നില്ല ഞാൻ, ലൈക്ക് ട്രൂ ആൻഡ് ഫെയർ ആണെന്ന് പറയാനാണ് നമ്മൾ വരുന്നത്. ആൻഡ് ട്രൂ ആൻഡ് ഫെയർ പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് റീസണബിൾ അഷ്വറൻസ് വേണം. എന്താണ് റീസണബിൾ അഷ്വറൻസ്? സഫീഷ്യൻറ്റ് അപ്രോപ്രിയേറ്റ് എവിഡൻസ് നമുക്ക് കിട്ടിയിരിക്കണം. ഈ ഇഫക്റ്റ് ഓഫ് മിസ്റ്റേറ്റ്മെൻറ്റ്സ് മെറ്റീരിയൽ ആണോ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റണം. പിന്നെ SS 700 പറയുന്നത് സ്പെസിഫിക് ഇവാലുവേഷൻ ചെയ്യാൻ പറ്റും. അതൊക്കെ വേണമെങ്കിൽ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ എഴുതാവുന്നതാണ്. എന്തിനാ? ഇങ്ങനെയൊക്കെ കിട്ടിയാൽ മാത്രമേ റീസണബിൾ അഷ്വറൻസ് ആവത്തുള്ളൂ. ആ റീസണബിൾ അഷ്വറൻസിൻ്റെ നോട്ട് ഉണ്ടല്ലോ, നമ്മുടെ നോട്ട് നമ്പർ 3 or 4 എന്തോ ആയിരിക്കും ക്ലാസ് റൂംസിലത്തെ, അതങ്ങ് എഴുതുക. Obtaining reasonable assurance that FS as a whole are free from material misstatement enables us to express the opinion whether the FS is prepared as per AFRF, and finally the opinion will be reported as per SA. അത്രേ പറയുന്നുള്ളൂ. വേറെ ലൈക്ക് ഇത് ഫുൾ ഇതേപോലെ കാണാൻ പഠിക്കേണ്ട ആവശ്യമില്ല. വളരെ ബേസിക് ആയിട്ടുള്ള ജനറൽ രീതിയിലാണ് ആ ക്വസ്റ്റ്യൻ പോയേക്കുന്നത്. അടുത്തത് 10th ക്വസ്റ്റ്യൻ. ഇത് SA 300-നാണ് വരുന്നേക്കുന്നത്. ഓക്കെ, SA 300 ബേസ് ക്വസ്റ്റ്യൻ ആണ്, കുറച്ച് വലിയൊരു ക്വസ്റ്റ്യൻ ആണ്. മിക്ക അസോസിയേറ്റ്സ് or MICA associates chartered accountants are appointed as the auditors of B Limited for the first time. Okay, ഫസ്റ്റ് ടൈം ഓഡിറ്റ്സ് ഇനീഷ്യൽ ഓഡിറ്റ് എൻഗേജ്മെൻ്റ് ആകാം. അതേപോലെ ഇൻഹെറൻറ്റ് റിസ്ക് ഡിറ്റക്ഷൻ റിസ്ക് കൂടുതലാണ്. ഓക്കെ, ബിഫോർ കമൻസിങ് ദി ഓഡിറ്റ് ദി എൻഗേജ്മെൻറ്റ് പാർട്ണർ കൺസിഡേഴ്സ് ദ ഇൻറ്റിഗ്രിറ്റി ഓഫ് ദ ഡയറക്ടേഴ്സ്. ഓക്കെ, എൻഗേജ്മെൻറ്റ് പാർട്ണർ എന്ത് ചെയ്യണം? ഇൻറ്റിഗ്രിറ്റി ഓഫ് ദ ഡയറക്ടേഴ്സ് നോക്കുന്നു, കംപ്ലയൻസ് വിത്ത് എത്തിക്കൽ റിക്വയർമെൻറ്റ്സ് നോക്കുന്നു, അത് അടുത്ത കളറിൽ വരയ്ക്കാം. കംപ്ലയൻസ് വിത്ത് എത്തിക്കൽ റിക്വയർമെൻറ്റ്സ് നോക്കുന്നു. ആൻഡ് ഓൾസോ സെൻസ് ആൻ എൻഗേജ്മെൻറ്റ് ലെറ്റർ. ഗ്രീൻ, ഓറഞ്ച്, ബ്ലൂ ആ ലെറ്റേഴ്സിൽ കാണിച്ചേക്കുന്ന അതാണ് കീ വേർഡ്സ്. പ്രിൻസിപ്പൽ ഓണേഴ്സിൻ്റെ ഇൻറ്റിഗ്രേറ്റ് നോക്കുക, കംപ്ലയൻസ് വിത്ത് എത്തിക്കൽ റിക്വയർമെൻറ്റ്സ് നോക്കുക, അതേപോലെ മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ഇല്ലാതിരിക്കാനായിട്ട് എൻഗേജ്മെൻറ്റ് ലെറ്റർ കൊടുക്കുക. ഇത് മൂന്നും കൂടി ചേർന്നതിനെയാണ് നമ്മൾ പ്ലാനിങ് പ്രോസസ്സിൽ എന്ത് പേരിട്ട് വിളിക്കുക? ഇത് മൂന്നും അടങ്ങുന്നതിനെയാണ് നമ്മൾ പ്രിലിമിനറി എൻഗേജ്മെൻറ്റ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞ് വിളിക്കുക. ഓർമ്മയുണ്ടോ? നമ്മുടെ നോട്ട്സ് എടുക്കുക. നമ്മുടെ നോട്ട്സിൽ വെൻ യു ഗോ ടു SA 300, ഓക്കെ, SA 300 എടുത്തു കഴിഞ്ഞാൽ അത് മിക്കവാറും എവിടെ ആയിരിക്കും? പേജ് നമ്പർ 34. അതിൽ നോക്കിയാൽ പ്രിലിമിനറി എൻഗേജ്മെൻറ്റ് ആക്ടിവിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഫോർ കമൻസ്മെൻറ്റ് ഓഫ് ദി ഓഡിറ്റ് എൻഗേജ്മെൻറ്റ്, ആ പ്ലാനിങ് ഫേസിൻ്റെ തുടക്കത്തിൽ ഏറ്റവും ഫസ്റ്റ് ഈ പ്ലാനിങ് പ്രോസസ്സിൽ ആദ്യത്തെ ആക്ടിവിറ്റിയാണ്. അത് നമ്മൾ എന്താ ചെയ്യുന്നത്? വി ഷാൽ perform the necessary procedures as per say 220 regarding acceptance and continuance of client relationship, which shall perform the necessary procedures regarding compliance with ethical requirements. ഈ അക്സെപ്റ്റൻസ് ആൻഡ് കണ്ടിന്യൂസ് ഓഫ് ക്ലയൻറ്റ് റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ടാണ് ഇൻറ്റിഗ്രിറ്റി നോക്കുന്നത്. അതേപോലെ എത്തിക്കൽ റിക്വയർമെൻറ്റ്സിൻ്റെ കംപ്ലയൻസും SA 220 ഇതൊക്കെ SA 220 ഓഡിറ്റർമാരുടെ റെസ്പോൺസിബിലിറ്റീസ് അല്ലേ, എൻഗേജ്മെൻറ്റ് പാർട്ണറിൻ്റെ. ആൻഡ് 210 പ്രകാരം നമ്മൾ എന്ത് ചെയ്യണം? ഈ ടേംസ് ഓഫ് എൻഗേജ്മെൻറ്റ് ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ഇല്ലാതിരിക്കാനായിട്ട് ബിഫോർ അക്സെപ്റ്റിംഗ് ദി എൻഗേജ്മെൻറ്റ് നമ്മൾ എൻഗേജ്മെൻറ്റിൻ്റെ ഫോമാറ്റിൽ എഴുതി കൊടുക്കണം. ആൻഡ് ഈ മൂന്ന് കാര്യങ്ങളെ ഒത്തു വിളിക്കുന്ന പേരാണ് എന്താ? ദ പ്രിലിമിനറി എൻഗേജ്മെൻറ്റ് ആക്ടിവിറ്റി. സോ എക്സ്പ്ലെയിൻ ദി അബവ് സ്റ്റേജ് ഓഫ് ദി ഓഡിറ്റ് പ്ലാനിങ് പ്രോസസ് ആസ് കൺസിഡർഡ് ബൈ ദി എൻഗേജ്മെൻറ്റ് പാർട്ണർ. ഓക്കെ, നൗ ഇത് പ്രിലിമിനറി എൻഗേജ്മെൻറ്റ് ആക്ടിവിറ്റി ആണ് ഇത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ ആൻസർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ബട്ട് ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇതിൻ്റെ ആൻസർ നോക്കിക്കഴിഞ്ഞാൽ RTPയിലത്തെ ആൻസർ ഏതാണ്ട് കുറേ ഇങ്ങനെ ഇത്രയും ഉണ്ട്, ഒരു പേജ് നമുക്ക് നിറയ്ക്കാൻ പറ്റുന്ന അത്രയും ഉണ്ട്. പ്രിൻ്റഡ് ആയിട്ടുള്ള സാധനം തന്നെ, അപ്പോൾ ടൈപ്ഡ് ആയിട്ടുള്ള ഫോർമാറ്റിൽ. ഇത് എക്സാമിന് ഇങ്ങനെ എഴുതി പോകുമ്പോൾ RTP വായിച്ചിട്ട് നിങ്ങൾ ഡോണ്ട് ഗെറ്റ് കൺഫ്യൂസ് ലൈക്ക് ഇതൊക്കെ ഇത്രയൊക്കെ എഴുതണോ? ഇപ്പോൾ 3 മാർക്കിനോ 4 മാർക്കിനൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയാണോ ICA പ്രതീക്ഷിക്കുന്നത്? ശരി, 5 മാർക്കിനാണെങ്കിൽ പോലും ഡിറ്റോ ഞാൻ പറയട്ടെ, RTP എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ICA മെറ്റീരിയൽ നിന്നൊക്കെ കുറേ ടോപ്പിക്സ് അവരെടുത്തിട്ട് ഒരു ക്വസ്റ്റൻ ആക്കിയിട്ട്, ഇപ്പോൾ ചില ക്വസ്റ്റൻസ് നമ്മൾ കാണുമ്പോഴേ കേൾക്കാറില്ലേ, മനസ്സിലാവാറില്ലേ? കാണുമ്പോഴേ കേൾക്കാറില്ലെന്ന്. ചില ക്വസ്റ്റൻസ് കാണുമ്പോഴേ തോന്നാറില്ലേ ഏത് ക്വസ്റ്റൻ ഉണ്ടാക്കാനായിട്ട് അവർ ക്വസ്റ്റൻ ഉണ്ടാക്കി വെച്ചോലെ. ഇപ്പോൾ തൊട്ട് മുന്നേ നമ്മളൊരു MCQയിൽ വായിച്ചു എന്തൊക്കെയാണ് ഡോക്യുമെൻ്റ് ചെയ്യേണ്ടതൊക്കെ. അവർ എന്താ ഒരു ഫുൾ പാരഗ്രാഫിനെ 3 ഓപ്ഷൻസ് ആക്കി മാറ്റിയിട്ട് ഓൾ ഓഫ് ദി അബോവ് എന്നുള്ളൊരു ഓപ്ഷൻ. ഇപ്പോൾ ചില ക്വസ്റ്റ്യൻസ് അവർ അങ്ങനെ ഫോം ഉണ്ടാക്കുന്നു. അതേപോലെ ചില ആൻസേഴ്സ് നോക്കുന്ന സമയത്തും അവരിങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഡിസൈൻ ചെയ്തിട്ട് അതിൻ്റെ ആൻസേഴ്സ് ഇങ്ങനെ കമ്പൈൽ ചെയ്ത് വെച്ചിട്ടുണ്ടേ ഉള്ളൂ. അത് ICA മെറ്റീരിയൽ നേരെ കോപ്പി പേസ്റ്റ് ചെയ്യും. They are not going to expect that you are going to write the exact same thing in the answer. Okay, don't worry about that. ആൻസർ സജസ്റ്റഡ് ആൻസർ എന്ന് പറയുന്ന സാധനം ഈ പറയുന്ന RTPയിലത്തെ
നോട്ട് സജസ്റ്റ് ആൻസർ. ഞാൻ ഈ പറയുന്ന ആൻസർ കീയുടെ കാര്യം പറയുന്നത് അത് ഒരിക്കലും അതിൽ ഈ മെയിൻ പോയിൻറ്റ്സിനും ഒക്കെയാണ് മാർക്ക് വരിക. അതായത് എന്നും വെച്ച് ചുമ്മാ നിങ്ങൾ ഫ്ലോ ചാർട്ട് ഉണ്ടാക്കി ഇല്ലെങ്കിൽ ചുമ്മാ പോയിൻ്റ് കുത്തിട്ട് വെച്ചാൽ മാർക്ക് കിട്ടത്തില്ല. യു ഹാവ് ടു റൈറ്റ്. അത് നമുക്ക് ക്ലാസ്സിൽ എപ്പോഴും പറയുന്ന കാര്യമാണ്. ബട്ട് ദെൻ ഈ RTP കണ്ട് പേടിക്കേണ്ട ആവശ്യമില്ലെന്ന് ഞാൻ ഈ പറയുന്നത്. അയ്യോ ഇത്രയും സാധനം ഞാൻ എങ്ങനെ ഇത് ഇത്രയും ഇനി ഇത് കാണാതെ പഠിക്കണമല്ലോ, ഇങ്ങനത്തെ ഒരു ആൻസർ ചോദ്യം വന്നാൽ, ഇങ്ങനത്തെ ഒരു ചോദ്യം വന്നില്ലെങ്കിൽ അപ്പോൾ ഈ അത്രയും സമയം വേസ്റ്റ് ആയിപ്പോയില്ലേ, അങ്ങനെ നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ എന്ത് ചെയ്യുക, പഠിച്ചിട്ടുള്ള നമ്മൾ ഈ SA 300 പ്രിലിമിനറി എൻഗേജ്മെൻറ്റ് ആക്ടിവിറ്റിനെ പറ്റി ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അതിലെന്താണ് സംഭവമെന്നും അതെന്താണെന്നും അതിലെന്തൊക്കെയുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പ്രിലിമിനറി എൻഗേജ്മെൻറ്റ് ആക്ടിയുടെ ഭാഗമായിട്ട് SA 220 രണ്ട് കാര്യങ്ങളും 212 ഒരു കാര്യം ചെയ്യും. 212 ഫസ്റ്റ് കാര്യം എന്താ, വി ഹാവ് ടു പെർഫോം ദ നെസസറി പ്രൊസീജിയേഴ്സ് ആസ് പെർ SA 220 റിഗാർഡിംഗ് അക്സെപ്റ്റൻസ് ആൻഡ് കണ്ടിന്യൂസ് ഓഫ് ക്ലയൻറ്റ് റിലേഷൻഷിപ്പ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പ്രിൻസിപ്പൽ ഓണേഴ്സിൻ്റെ ഇൻറ്റിഗ്രിറ്റി നമ്മൾ നോക്കുന്നത് എന്ന് എഴുതാം. അതേപോലെ ആസ് പെർ SA 220 ഓഡിറ്റർ ഓൾസോ ഹാസ് റെസ്പോൺസിബിലിറ്റി ടു എൻഷുർ ദ കംപ്ലയൻസ് വിത്ത് റെലവൻറ്റ് എത്തിക്കൽ റിക്വയർമെൻറ്റ്സ് ഇൻക്ലൂഡിംഗ് ഇൻഡിപെൻഡൻസ്. ഇൻഡിപെൻഡൻസ് വെച്ചാൽ എന്താണെന്ന് ഒരു സെൻറ്റൻസ് എഴുതുക. And finally, terms of SA 210 പ്രകാരം we should also take the necessary procedures to ensure there is no misunderstanding and the preconditions are always present. Misunderstandings ഇല്ലാന്ന് ഉറപ്പുവരുത്താനും preconditions ഉണ്ടെന്ന് ഉറപ്പുവരുത്താനും ബിഫോർ ദി ഓഡിറ്റ് നമ്മൾ ശ്രമിക്കണം. അതിനാണ് SA 210 പ്രകാരം എൻഗേജ്മെൻറ്റ് കൊടുക്കുന്നത്. ഈ 3 കാര്യങ്ങൾ ഒരുമിച്ച് വിളിക്കുന്ന പേരാണ് PA. ഇതാണ് കൺസെപ്റ്റ്, ഇതാണ് പറയുന്നത്. ഈ പോയിന്റ്സ് നിങ്ങളുടെ ബുക്കിലുണ്ടെങ്കിൽ ഇതിന് ആൻസർ കിട്ടും. ഇതും ഒരു ഓപ്പൺ എൻഡഡ് ക്വസ്റ്റനാണ്. ലൈക്ക് ഇത് ഇങ്ങനെ വാട്ട് ഈസ് PA എന്നും പറഞ്ഞിട്ടൊരു തിയറി ആയിട്ട് ഇങ്ങനെ നിങ്ങൾ കാണാൻ പഠിക്കാൻ മെനക്കെടേണ്ട ആവശ്യമില്ല. ഈ പറഞ്ഞ സംഭവം തന്നെയാണ് അവർ എഴുതിയിരിക്കുന്നത്. നോക്കിയേ, പെർഫോമിംഗ് പ്രൊസീജിയർ റിഗാർഡിംഗ് ഫസ്റ്റ് വൺ കണ്ടിന്യൂൻസ് ഓഫ് ദ ക്ലയൻറ്റ് റിലേഷൻഷിപ്പ്. അക്സെപ്റ്റൻസ് ആൻഡ് കണ്ടിന്യൂൻസ് ഓഫ് ക്ലയൻറ്റ് റിലേഷൻഷിപ്പിന് വേണ്ടി നമ്മൾ എന്താ ചെയ്യുക, അതിൻ്റെ ഭാഗമായിട്ട് ഇറ്റ് ഷുഡ് ബി എൻഷുർ ദാറ്റ് appropriate procedures for acceptance and continuance of client relationship has been done. The firm should obtain information about the necessary in the circumstances before accepting engagement when deciding whether to continue an engagement. Matters such as integrity of the principal owners and key management competence of the engagement team ഒക്കെ നോക്കുന്നത് ഇതിൻ്റെ ഭാഗമായിട്ടാണ്. ഒന്നുമില്ലടാ, പ്രിലിമിനറി എൻഗേജ്മെൻറ്റ് ആക്ടിവിറ്റിയാണ് ഈ ചെയ്യുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഓഡിറ്റർ ഉണ്ട്. അവർ ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യൻ എന്താ, എക്സ്പ്ലെയിൻ ദി അബവ് സ്റ്റേജസ് എന്നല്ലേ. അപ്പോൾ PA നിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ദ അബവ് പ്രൊസീജിയേഴ്സ് കോൺസ്റ്റിറ്റ്യൂട്ട് പ്രിലിമിനറി എൻഗേജ്മെൻറ്റ് ആക്ടിവിറ്റി ആസ് പെർ SA 300 എന്ന് പറയാം. എന്നിട്ട് നമുക്ക് നേരെ എങ്ങോട്ട് പോവുക, ഈ പറയുന്ന പ്രിലിമിനറി എൻഗേജ്മെൻറ്റ് ആക്ടിവിറ്റി ഇൻക്ലൂഡ്സ് ഫസ്റ്റ് വൺ പെർഫോമിംഗ് നെസസറി പ്രൊസീജിയേഴ്സ് ആസ് പെർ SA 220 റിഗാർഡിംഗ് അക്സെപ്റ്റൻസ് ആൻഡ് കണ്ടിന്യൂസ് ഓഫ് ക്ലയൻറ്റ്. ഈ അക്സെപ്റ്റൻസ് ആൻഡ് കണ്ടിന്യൂസ് ഓഫ് ക്ലയൻറ്റ് റിലേഷൻഷിപ്പിൻ്റെ ഭാഗമായിട്ട് SA 220 നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഓഡിറ്റർ ചെയ്യേണ്ട കാര്യങ്ങൾ മാത്രം പറയുക. വി ഹാവ് ടു സ്റ്റഡി ദ ഇൻറ്റിഗ്രിറ്റി ഓഫ് ദ പ്രിൻസിപ്പൽ ഓണേഴ്സ്, കോമ്പറ്റൻസ് ഓഫ് ദി എൻഗേജ്മെൻറ്റ് ടീം ആൻഡ് whether insignificant events has arisen during the current and the previous audit and their impact on the current year എന്നൊക്കെ. ഈ ടോപ്പിക് എവിടെ നോക്കിയേ, SA 220 നോക്കിയേ. SA 220 SA 220 EP ചെയ്യുന്ന കാര്യങ്ങളാണ്. SQC1 പ്രകാരം ഫേം ചെയ്യേണ്ട കാര്യത്തിനെ പറ്റിയിട്ട് ഇവിടെ മെൻഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. ബിക്കോസ് SA 300 ഓഡിറ്റർ എൻഗേജ്മെൻറ്റ് പാർട്ട്ണറിൻ്റെ അടുത്ത് എന്താ ചെയ്യാൻ പറയുന്നത്, PEയുടെ ഭാഗമായിട്ട് SA 220 രണ്ട് കാര്യങ്ങളല്ലേ ചെയ്യാൻ പറയുന്നത്. അപ്പോൾ SA 220 പോയിന്റ്സ് മാത്രം പറഞ്ഞു തന്നാൽ മതി. SA 220 ഭാഗമായിട്ട് ഇവിടെ എന്താ സംഭവിക്കുന്നത് നോക്കിയാൽ, SA 220 അക്സെപ്റ്റൻസ് ആൻഡ് കണ്ടിന്യൂസ് ഓഫ് ക്ലയൻഷിപ്പിൻ്റെ ഭാഗമായിട്ട് വാട്ട് ഷുഡ് ദ EP ഡു, ഫേം ചെയ്യേണ്ട ലിസ്റ്റ് ഓഫ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും പറയേണ്ട ആവശ്യമില്ല ഇവിടെ. നമ്മൾ നേരെ EPയുടെ ഇതിലോട്ട് പോവുക. EP ഷെൽ അണ്ടർസ്റ്റാൻഡ് ദ ഇൻറ്റിഗ്രിറ്റി ഓഫ് ദ പ്രിൻസിപ്പൽ ഓണേഴ്സ് വിത്ത് എൻഗേജ്മെൻറ്റ് ടീം ഇസ് കോമ്പറ്റൻറ്റ് വെദർ ദ ഫേം ക്യാൻ കംപ്ലൈ വിത്ത് എത്തിക്കൽ റിക്വയർമെൻറ്റ്സ് ആൻഡ് ദ സിഗ്നിഫിക്കൻറ്റ് മാറ്റേഴ്സ്. അതന്നെയല്ലേ ഇപ്പോൾ ഇവിടെ കാണുന്നത് നോക്കിയാൽ. ആ പോയിന്റ്സ് തന്നെയാണ് ഞാനിവിടെ വരച്ച കൊളാക്കി വെച്ചു. ആ പോയിന്റ് തന്നെയാണ് ഇവിടെ ഈ നമ്മൾ 4 പോയിൻ്റായിട്ട് അവിടെ മാർക്ക് ചെയ്തിട്ടില്ലടാ, അത് തന്നെയല്ലേ ഇവിടെ കണ്ടേക്കുന്നത്. വേറെ എന്താ പറഞ്ഞേക്കുന്നത്, ഒന്നുമില്ല. അപ്പോൾ വെറുതെ ഒരു RTPയിലത്തെ ആൻസർ കണ്ടിട്ടങ്ങ് പേടിച്ച് കീഴടങ്ങാൻ നിൽക്കല്ലേ. നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യം തന്നെയാണ് എഴുതിയേക്കുന്നത്. അത് ആദ്യം മനസ്സിലാകുന്നുണ്ടോ? ഇനി രണ്ടാമത്തെ പോയിന്റ്, ഇനി നമ്മുടെ രണ്ടാമത്തെ എന്ത്, വി ഓൾസോ ഹാവ് ടു എൻഷുർ കംപ്ലയൻസ് വിത്ത് വാട്ട് എത്തിക്കൽ റിക്വയർമെൻറ്റ്സ് ഇൻക്ലൂഡിംഗ് ഇൻഡിപെൻഡൻസ്. എന്നിട്ട് അവർ ഇൻഡിപെൻഡൻസ് എന്താണെന്ന് ജസ്റ്റ് പറഞ്ഞിരിക്കുക. ഇൻഡിപെൻഡൻസ് മീൻസ് ജഡ്ജ്മെൻറ്റ് ഓഫ് ദി ഓഡിറ്റേഴ്സ് നോട്ട് സബോർഡിനേറ്റ് ടു അതർ പേഴ്സൺസ് എന്നല്ലാണ്ട് വേറെ ഒന്നും പറഞ്ഞില്ല. അത് ത്രൂ ഔട്ട് ദി ഓഡിറ്റ് എൻഗേജ്മെൻറ്റ് പാർട്ട്ണർ ഇൻഡിപെൻഡൻസ് മെയിൻറ്റെയിൻ ചെയ്യണം എന്നും പറഞ്ഞിട്ടുണ്ട്. അല്ലാണ്ട് വേറെ ഒന്നും പറയുന്നില്ല. കാരണം എന്താ, നമ്മുടെ മെറ്റീരിയൽ നോക്കിക്കഴിഞ്ഞാലും ഈ മറ്റേ കംപ്ലയൻസ് വിത്ത് എത്തിക്കൽ റിക്വയർമെൻറ്റ്സിനെ സംബന്ധിച്ചിട്ടുള്ള രണ്ടാമത്തെ പ്രിൻസിപ്പിൾ ആണ്. അതിൽ SA 220 പ്രകാരം EP എടുത്ത് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഐഡൻറ്റിഫൈ വെദർ ദർ ഇസ് ത്രെറ്റ് ടു ഇൻഡിപെൻഡൻസ്, അലേർട്ടായിട്ടിരിക്കുക, എന്തെങ്കിലും ത്രെറ്റ് ഉണ്ടോ നോക്കുക എന്ന് മാത്രമേ വേണമെങ്കിൽ പറയുന്നുള്ളൂ. ആൻഡ് ലാസ്റ്റ്ലി എന്തുവാ, എൻഗേജ്മെൻറ്റ് മറ്റേ ലെറ്റർ SA 210 പ്രകാരം എൻഗേജ്മെൻറ്റ് കൊടുക്കുക. എന്തിനാണ് എൻഗേജ്മെൻറ്റ് കൊടുക്കുന്നത്, മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടും കോമൺ അണ്ടർസ്റ്റാൻഡിങ്ങിലുണ്ട്, പ്രീ കണ്ടീഷൻസ് ഉണ്ടെന്നൊക്കെ ഉറപ്പുവരുത്താനായിട്ട് എൻഗേജ്മെൻറ്റ് ലെറ്റർ ബിഫോർ കമൻസ്മെൻറ്റ് ഓഫ് ദി ഓഡിറ്റ് കൊടുക്കണം. ഇങ്ങനെ 3 കാര്യങ്ങൾ ചേർന്നാണ് PEA എന്ന് പറയുന്നതാണ് ആൻസർ, നത്തിങ് എൽസ്. ഓക്കെ ആണോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പാർട്ട്ണർ has asked one of the article assistant to explain the concept of misstatement with the help of at least 5 examples. ഈ എക്സാമ്പിൾസ് ഓഫ് മിസ്സ്റ്റേറ്റ്മെൻറ്റ്
ഞാനിത് ക്ലാസ്സിൽ ലെക്ചർ നോട്ടായിട്ടാണോ എവിടെയാണ് ഞാനത് നമ്മൾ എവിടെയോ ഏത് ബാച്ചിലാണെന്ന് ഞാൻ ഓർക്കുന്നില്ല. അത് ട്രിവാൻഡ്രത്താണോ കൊച്ചിയിലാണോ ഏത് ബാച്ചിൽ ഞാനത് പറഞ്ഞു നോക്കുന്നില്ല. ഏതോ ഒരു ബാച്ചിൽ ഈ ക്വസ്റ്റ്യൻ ചെയ്ത് റിപ്പീറ്റ് ആയിട്ട് മുമ്പ് എപ്പോഴോ റീസെൻ്റ്ലി ചോദിച്ചിട്ടുണ്ട്. ഇതൊന്ന് നോക്കി വെച്ചോ കേട്ടോ. ക്വസ്റ്റ്യൻ വലിയ കഥയൊന്നുമില്ല. നമ്മുടെ നോട്ട് നമ്പർ 1 ഇല്ലേ, നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ആൾക്കാർ ഇപ്പോൾ ഏത് കാലിക്കട്ട് ആയിക്കോട്ടെ, ട്രിവാൻഡ്രം ആയിക്കോട്ടെ, കൊച്ചി ആയിക്കോട്ടെ, തൃശ്ശൂർ ആയിക്കോട്ടെ, എൻ്റെ ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ എൻ്റെ ക്ലാസ് നിങ്ങൾ റെക്കോർഡിങ്സ് കാണുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് എന്താ അറിയാവുന്ന കാര്യമാണ്. നമ്മുടെ നോട്ട് നമ്പർ 1 എന്താ ക്ലാസ്സിലെ വാട്ട് ഈസ് എ മിസ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഓഡിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ മിസ്റ്റേറ്റ്മെൻറ്റ് എന്നുള്ളൊരു നോട്ടിലല്ലേ. എന്താ മിസ്റ്റേറ്റ്മെൻറ്റ്? 3 രീതിയിൽ മിസ്റ്റേറ്റ്മെൻറ്റ് സംഭവിക്കാം. അമൗണ്ട് തെറ്റുന്നത്, അല്ലെങ്കിൽ ഈ പറയുന്ന ഡിസ്ക്രിപ്ഷൻ തെറ്റുന്നത്, അല്ലെങ്കിൽ മറ്റേ ഒരു ഒമിഷൻ സംഭവിക്കുന്നത്, അതിനല്ലേ മിസ്റ്റേക്ക് എന്ന് വിളിക്കുക. അത് ഇൻറ്റൻഷനലി ആണെങ്കിൽ എന്താ ഫ്രോഡ് എന്ന് വിളിക്കും, അൺഇൻറ്റൻഷനലി ആണെങ്കിൽ എറർ എന്ന് വിളിക്കും. ദാറ്റ് ഈസ് ദ ക്വസ്റ്റ്യൻ. എന്താണ് മിസ്റ്റേറ്റ്മെൻറ്റ്? നമ്മുടെ നോട്ട് നമ്പർ 1 ഓഡിറ്റ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻ. എനിക്ക് സീരിയസ്ലി ഒക്കെ Jan 26 RTP ഇത്രയും സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ പ്രതീക്ഷിക്കേണ്ട. ഇത് RTP നോക്കണ്ട. വെയിറ്റ് ഫോർ ദി MTP കേസ്. ഞാൻ MTPയുടെ പ്രൊഡിക്ഷൻ പറയാം. സാധാരണ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ വീഡിയോസാണ് നമ്മൾ പ്രൊഡിക്റ്റ് ചെയ്യാൻ ശ്രമിക്കാറില്ല. MTP ഈസ് ഗോയിങ് ടു ബി ടഫ്. നോക്കിക്കോ. MTP 1 ഇതിനേക്കാളും സ്റ്റാൻഡേർഡ് ഉണ്ടാവും. MTP 2 വെള്ളം കുടിക്കുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അങ്ങനെയാണ് അത് ഡിറ്റോ റിപ്പീറ്റിംഗ് ഓഫ് Jan 25 ഹിസ്റ്ററിയാണ്. നല്ല പോലെ കുത്തിയിരുന്ന് പഠിച്ചോണം, അല്ലെങ്കിൽ Jan 26 പേപ്പർ ടെൻഷൻ അടിക്കേണ്ടി വരും. ഓഡിറ്റിങ് പ്രത്യേകിച്ചും. ഓക്കെ, ഞാൻ ക്ലാസ്സിൽ പറഞ്ഞു ഐ എം ഗോയിങ് ടു ബി ബ്ലഡി സെൽഫിഷ് ഇൻ ദിസ് മാറ്റർ. നിങ്ങൾ ആ ഓഡിറ്റിംഗ് എക്സാമിൻ്റെ 2 ദിവസം ഫുൾ ഓഡിറ്റിംഗ് പഠിച്ചാൽ മതി. FMSM ഒക്കെ അതിന് മുമ്പേ പഠിച്ച് തീർത്തിട്ട് പിന്നെ ബാക്കി ഓഡിറ്റിങ്ങിന് ശേഷം പഠിക്കുക. ഓഡിറ്റിങ്ങിൻ്റെ തലേദിവസം ഇനി FMSM നോക്കണ്ടെന്ന് ഞാൻ പറയത്തുള്ളൂ. FMSM ഫാക്കൽറ്റിയോട് നിരുപാധികം ഞാൻ മുൻകൂർ ജാമ്യം കൊടുക്കുന്നു. ഇപ്പോഴേ ഒന്നും തോന്നരുത്. ഓഡിറ്റിംഗ് ഇത്തവണ നല്ലപോലെ വലിപ്പിക്കാൻ ചാൻസ് ഉണ്ട്. അൾട്ടിമേറ്റ്ലി ഇത് ടീം എഫേർട്ടാണ്. എല്ലാ പേപ്പറും പാസ്സായാലേ ഗ്രൂപ്പ് പാസ്സാകത്തുള്ളൂ. ഗ്രൂപ്പ് 2 ഇത്തവണ ഓഡിറ്റിംഗ് സൂക്ഷിക്കുക, നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് വയ്ക്കുക. ഓക്കെ, സോ യെസ്, എന്താണ് മിസ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞേക്കുന്നത്? മിസ്റ്റേറ്റ്മെൻറ്റ് എന്ന് വെച്ചാൽ എന്താണ്? ഡിഫറൻസ് ബിറ്റ്വീൻ ആൻ amount, ക്ലാസിഫിക്കേഷൻ ഓർ പ്രസൻറ്റേഷൻ ഓർ ഡിസ്ക്ലോഷർ ഓഫ് എ റിപ്പോർട്ടഡ് ഐറ്റം ആൻഡ് വാട്ട് വാസ് റിക്വയർഡ് ഓഫ് ദാറ്റ് ഐറ്റം ആസ് പെർ AFRF. അതിനെയാണെന്ന് വിളിക്കുക, നമ്മളുടെ മിസ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞ് വിളിക്കുക. ഇതിന് ഡെഫിനിഷൻ നമ്മൾ ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. പിന്നെ എക്സാമ്പിൾസ് ഓഫ് മിസ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് 7 എക്സാമ്പിൾസ് ഉണ്ട്. ഏതെങ്കിലും ഒരു 4-5 പഠിച്ച് വെച്ചേക്ക്. ക്യാപിറ്റൽ എക്സ്പെൻസിനെ റവന്യൂ ആയിട്ട് കാണിക്കുന്നു, ഒമിഷൻസ് പറഞ്ഞു, പർച്ചേസ് ആൻഡ് സെയിലായിട്ട് കാണിക്കുന്നു, അണ്ടർ സ്റ്റേറ്റ്മെൻറ്റ്, ഓവർ സ്റ്റേറ്റ്മെൻറ്റ്, ഫേക്ക് എക്സ്പെൻസ്, ഏത് വേണേൽ കാണിക്കാം. ഓവർ സ്റ്റേറ്റ്മെൻറ്റ്, അണ്ടർ സ്റ്റേറ്റ്മെൻറ്റ്, അതൊക്കെ തന്നെ പറഞ്ഞേക്കുന്നത്. എക്സാമ്പിൾസ് ഒന്നും വലിയ കാണാതെ പഠിക്കാൻ നിൽക്കണ്ട. ഈവൻ ഇഫ് യു റൈറ്റ് ഈ അല്ലാതെ വേറെ ഒരു ഒമിഷനോ അല്ലെങ്കിൽ അണ്ടർ സ്റ്റേറ്റ്മെൻറ്റോ ഓവർ സ്റ്റേറ്റ്മെൻറ്റോ അല്ലെങ്കിൽ നറേറ്റീവ് ഡിസ്ക്രിപ്ഷൻ തെറ്റുന്നതായിട്ടുള്ള മറ്റേത് എക്സാമ്പിൾ ഇതിൽ നമുക്ക് മാർക്ക് കിട്ടും. ബിക്കോസ് ഇറ്റ്സ് എ മിസ്റ്റേറ്റ്മെൻറ്റ് ഓൺലി ആൻഡ് എക്സാമ്പിൾസ് ചോദിച്ചിട്ടുള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ് RTPയിലത്തെ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. വിത്ത് റെസ്പെക്ട് ടു SA 505 ഓൺ എക്സ്റ്റേണൽ കൺഫർമേഷൻ നെയിം ദി അപ്രോപ്രിയേറ്റ് ടേം ദാറ്റ് മേ ബി യൂസ്ഡ് ഇൻ റിലേഷൻ ടു ദി അബോവ് ബിലോ. ഇവരെന്താണ് ഉദ്ദേശിച്ചത് മനസ്സിലാവുന്നില്ല. ഇവർ ആക്ച്വലി ക്വസ്റ്റ്യൻ മനസ്സിലാക്കാൻ പറ്റും. ക്വസ്റ്റ്യൻ ഇതിപ്പോൾ എന്തിനാണ് ചോദിച്ചത് എന്ന് മനസ്സിലാക്കാൻ പറ്റത്തില്ല. എന്തൊക്കെയോ പരീക്ഷണങ്ങൾ സംഭവിക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ September 25 ക്വസ്റ്റ്യൻ പേപ്പർ അറ്റൻഡ് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ വായിച്ചിട്ടുള്ള ആൾക്കാർക്ക് അറിയാം. I say for the first time they have implemented match the following. ഇൻ്റർമീഡിയറ്റിന് മാച്ച് ദ ഫോളോയിങ്. ഇപ്പോൾ അതിൻ്റെ വേറൊരു വേർഷൻ മാച്ച് ദ ഫോളോയിങ് എനിക്ക് അവർക്ക് തീരെ ചൈൽഡിഷ് ആയിട്ട് തോന്നിയോണ്ടാണെന്ന് അറിയത്തില്ല. ഇൻഫാക്ട് മാച്ച് ദ ഫോളോയിങ് നല്ല ട്രിക്കി ക്വസ്റ്റ്യൻസാണ് വന്ന കഴിഞ്ഞാണ്. ബട്ട് ഇനിയിപ്പോൾ അത് ഭയങ്കര കുട്ടികളിയായിട്ട് തോന്നിയോണ്ടാണെന്ന് അറിയത്തില്ല. അവർ വേറൊരു രീതിയിൽ ഇപ്പോൾ ഒരു പരിപാടി വരും. അവർ സെൻറ്റൻസ് പറയും. ആ സെൻറ്റൻസ് വായിക്കുമ്പോൾ എന്താണോ മനസ്സിലോട്ട് ഓർമ്മ വരുന്നത് ആ വാക്ക് പറയുക. അതായത് ലിറ്ററലി നീ ആ വാക്ക് എഴുതി കഴിഞ്ഞാൽ നമുക്ക് മാർക്ക് കിട്ടും. നെയിം ദി അപ്രോപ്രിയേറ്റ് ടേം ദാറ്റ് മേ ബി യൂസ്ഡ് ഇൻ റിലേഷൻ ടു ദ ബിലോ സ്റ്റേറ്റ്മെൻറ്റ്. Audit evidence obtained as a direct written response from a third party in paper form. ഏത് വാക്ക് ഓർമ്മ വന്നു? നമുക്ക് എക്സ്റ്റേണൽ കൺഫർമേഷൻ എന്ന വാക്ക് ഓർമ്മ വരും. ബിക്കോസ് ക്വസ്റ്റ്യനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ആസ് പെർ SA 505. സീരിയസ്ലി സേ ലൈക്ക് അതാണ് ക്വസ്റ്റ്യൻ. സെക്കൻഡ്, റിക്വസ്റ്റ് ദാറ്റ് ദ കൺഫർമിംഗ് പാർട്ടി ഷുഡ് റെസ്പോണ്ട് ഡയറക്ട്ലി ടു ദി ഓഡിറ്റർ വെദർ ഹി അഗ്രീസ് ഓർ ഡിസഗ്രീ. ഇതിനാണെന്ത് വിളിക്കുക? പോസിറ്റീവ് കൺഫർമേഷൻ റിക്വസ്റ്റ് വിളിക്കുക. സെക്കൻഡ്, റിക്വസ്റ്റ് ദ കൺഫേം പാർട്ടി റെസ്പോണ്ട് ഡയറക്ട്ലി ഓൺലി ഇഫ് ദ കൺഫേം പാർട്ടി ഡിസഗ്രീസ്. ഇതിനെന്ത് വിളിക്കുക? നെഗറ്റീവ് കൺഫർമേഷൻ റിക്വസ്റ്റ്. എ ഫെയിലിയർ ഓഫ് ദ കൺഫേം പാർട്ടി ടു റെസ്പോണ്ട് ഓർ ഫുള്ളി റെസ്പോണ്ട്. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? നോൺ റെസ്പോൺസ് എന്ന് പറഞ്ഞ് വിളിക്കുക. റെസ്പോൺസ് കിട്ടിയിട്ടില്ല. എ റെസ്പോൺസ് ദാറ്റ് ഇൻഡിക്കേറ്റ്സ് എ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഇൻഫർമേഷൻ റിക്വസ്റ്റഡ് ആൻഡ് വാട്ട് ഹി. ഇതിനാണ് എക്സെപ്ഷൻ എന്ന് വിളിക്കുക. ഇതെന്തോ സംഭവം എന്ന് മനസ്സിലായത്. നമ്മുടെ SA 520 ഇല്ലേ, SA 505 SA 505 ലാസ്റ്റ് പേജ് എടുത്ത് നോക്കിയേ. SA 505 ലാസ്റ്റ് പേജിൽ ഇത് ആ ഒരു ടോപ്പിക്കിനെ പറ്റിയിട്ട് മെൻഷനിങ് വന്നിട്ടുണ്ട്. അതായത് എക്സ്റ്റേണൽ കൺഫർമേഷൻ റെസ്പോൺസസിനെ നമുക്ക് എങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടി പറ്റുമെന്ന്.
SF505 ആക്ച്വലി ICA ഫേവറേറ്റ് ആയിട്ടൊരു സാധനമാണ്, ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നതാണ്. ആൻഡ് ഇത്തവണത്തെ RTPയിൽ കുറച്ച് വളരെ സിമ്പിളായിട്ട് ചോദിച്ചു പോയി. ഇതാണ് സംഭവം. റെസ്പോൺസ് ഇൻഡിക്കേറ്റിംഗ് അഗ്രിമെൻ്റ് ആകാം, റെസ്പോൺസ് ഡീംഡ് അൺറിലയബിൾ, നോൺ റെസ്പോൺസ്, അല്ലെങ്കിൽ റെസ്പോൺസ് ഇൻഡിക്കേറ്റിംഗ് എക്സെപ്ഷൻ, ഡിസഗ്രിമെൻറ്റ്. അത് തന്നെയാണ്. ആൻഡ് നൗ സീരിയസ്ലി ഇവരെന്തോ ഈ വാക്ക് എഴുതിയപ്പോൾ ഇതല്ലേ ആൻസർ? എക്സൽ കൺഫർമേഷൻ, പോസിറ്റീവ് കൺഫർമേഷൻ, നെഗറ്റീവ്, നോൺ റെസ്പോൺസ്, എക്സെപ്ഷൻ. ഇതാണ് ആൻസർ. അപ്പോൾ എക്സാമിന് ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ ഇതേ ഫോർമാറ്റിൽ വീണ്ടും എഴുതണോ? ഇപ്പം തൊട്ട് മുന്നത്തെ ക്വസ്റ്റ്യൻ്റെ ഫോർമാറ്റ് കണ്ട് പേടിച്ച ആൾക്കാർ ഇതും കണ്ടാൽ പേടിക്കണം. അയ്യോ ദേ ICA RTPയിൽ ടേബിൾ വരച്ചേക്കുന്നു, എന്നിട്ട് എന്തോ ചെയ്തേക്കുന്നത്? ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്ന ആ Aയും Bയും Cയും Dയും Eയും അതേപടി വള്ളി പുള്ളി തെറ്റാണ്ട വീണ്ടും അവർ ബോക്സിനകത്ത് ഇട്ടേക്കുന്നു. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നിയോ അയ്യോ ഇനിയിപ്പോൾ വീണ്ടും അതുപോലെ വരച്ച? വേണ്ട, ദിസ് ഇസ് ദി ആൻസർ. നിങ്ങൾ ABC എന്ന് എഴുതിയിട്ട് ഇതുപോലെ ഈ ഓരോ വാക്ക് എഴുതി പോയാൽ മതി, അപ്പോഴും മാർക്ക് കിട്ടും. മനസ്സിലേ? അതാ പറഞ്ഞത്, RTPയിലത്തെ ഒരു ആൻസർ പ്രസൻറ്റേഷൻ ഫോം കണ്ടിട്ട് അങ്ങനെ മാത്രമേ എഴുതുള്ളൂ എന്ന് പഠിക്കേണ്ട, അങ്ങനെയല്ല ചിന്തിക്കേണ്ടത്. അങ്ങനെ നോക്കേണ്ട ആവശ്യമില്ല കേട്ടോ. മനസ്സിലാകുന്നുണ്ട്? അപ്പോൾ തൊട്ട് മുന്നത്തെ ക്വസ്റ്റ്യനിലും എല്ലാ ക്വസ്റ്റ്യനും ഞാൻ പറയുന്ന സംഭവം നമുക്ക് കാര്യം അറിയാമോ? ആൻസർ എഴുതിയിട്ടുണ്ടെങ്കിൽ ആൻസറിനാണ് മാർക്ക് കിട്ടുന്നത്. നിങ്ങളത് ട്രയാങ്കിൾ ഷേപ്പിൽ എഴുതിയോ ടേബിളിൻ്റെ അകത്ത് എഴുതിയോ മാർക്ക് നോക്കേണ്ട ആവശ്യമില്ല. ഇവരിപ്പോൾ എന്തോ ചെയ്തേക്കുന്നത്? ആൻസർ കീ എന്നും വേണ്ടിയിട്ട് നമ്മുടെ ICAയുടെ ആൻസർ എങ്ങനെയാണ് പോയേക്കുന്നത്? ബോക്സ് ഫോമാറ്റിലോട്ടാക്കി തന്നിട്ടുണ്ട്. ആ ബോക്സ് ഫോമാറ്റിൽ ഈ ക്വസ്റ്റ്യൻസ് തന്നെയല്ലേ വീണ്ടും ഇൻസർട്ട് ചെയ്ത് വെച്ചേക്കുന്നത്. അതിൻ്റെ ആവശ്യമില്ല ചുമ്മാ സമയം കളയാനായിട്ട്. അടുത്ത്, വിത്ത് റെസ്പെക്ട് ടു റെലവൻറ്റ് എസ്സേ എക്സ്പ്ലെയിൻ ദി ഒബ്ജക്റ്റീവ് ഓഫ് ദി ഓഡിറ്റർ റിഗാർഡിംഗ് ഓപ്പണിംഗ് ബാലൻസ്. SF510 ബേസ് ക്വസ്റ്റൻ ആണ്. SF510 പ്രകാരം നമ്മുടെ ഇനീഷ്യൽ ഓഡിറ്റ് എൻഗേജ്മെൻറ്റ്സ് ഓപ്പണിംഗ് ബാലൻസസ്, അതിലെന്താ നമ്മുടെ ഒബ്ജക്റ്റീവ്? ഓപ്പണിംഗ് ബാലൻസസിൽ മിസ്റ്റേക്സ് ഇല്ലാന്ന് ഉറപ്പുവരുത്തണം. അതേപോലെ കൺസിസ്റ്റന്റ് ആപ്ലിക്കേഷൻ ഓഫ് അക്കൗണ്ടിംഗ് പോളിസീസ് ഉണ്ടെന്ന് പറയണം. അത് തന്നെയാണ് എൻ്റെ ആൻസർ. Our objective is to obtain evidence whether opening balance contains any misstatement and whether appropriate accounting policies are reflected in the balances and whether they have been consistently applied. അത്രയേ ഉള്ളൂ. ഭയങ്കര സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള സിമ്പിൾ ക്വസ്റ്റ്യൻസ്. നെക്സ്റ്റ് വന്നിട്ട് ഓഡിറ്റ് ഓഫ് ഡിഫറെൻറ്റ് ഐറ്റംസ് ചാപ്റ്ററിൽ. ഓഡിറ്റ് ഓഫ് ഡിഫറെൻറ്റ് ഐറ്റംസ് ഞാൻ ക്ലാസ് അറ്റൻഡ് പഠിപ്പിച്ചിട്ടുള്ള എൻ്റെ പിള്ളേരാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ, ഈ സമയത്ത് കാണുന്നതെങ്കിൽ എന്താണ് ഈ ചാപ്റ്ററിൽ ഞാൻ എപ്പോഴും പറയുന്ന കാര്യം? ആ ഉപദേശം ഓർമ്മയുണ്ടല്ലോ. നമുക്ക് 4 ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്. ഹൗ വിൽ യു വൗച്ച് ഓർ വെരിഫൈ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഫ്രെയിംവർക്ക് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. പിന്നെ റീസെൻ്റ് ആയിട്ടുള്ള ട്രെൻഡ്. എന്താ ട്രെൻഡ്? ആദ്യത്തെ നമുക്ക് മൊത്തം 14 ഐറ്റംസേ പഠിക്കാനുള്ളൂ. അതിൽ ആദ്യത്തെ 10 3 ഏതൊക്കെയാണ്? 3 അസേഷൻസ്: റൈറ്റ്സ് ഒബ്ലിഗേഷൻ, എക്സിസ്റ്റൻസ്, വാലുവേഷൻ. ബാലൻസ് ഷീറ്റ് ആണെങ്കിൽ. P&L ആണെങ്കിൽ റൈറ്റ്സ് ഒബ്ലിഗേഷൻ ഇല്ല, പകരം എക്സിസ്റ്റൻസ് മാറിയിട്ട് ഒക്കറൻസ് ആയിട്ട് മാറും, വാലുവേഷൻ മാറിയിട്ട് അക്യൂറസി ആയിട്ട് മാറും. ഈ അസേഷൻസ് 5 P&L ബാലൻസ് ഷീറ്റ്, ഈ 5 അസേഷൻസിൻ്റെ 5 പോയിൻ്റ് വെച്ചിട്ട് ഞാൻ ഹോംവർക്ക് പറഞ്ഞ് തന്നിട്ടുണ്ട്. അത് പഠിക്കുക, അത് ഡെയിലി വായിക്കുക. കാരണം അത് തന്നെയാണ് വീണ്ടും ചോദിച്ചേക്കുന്നത്. ഇവിടെ ചോദിച്ചേക്കുന്നത് നെയിം ദ റെലവൻറ്റ് അസേർഷൻ ഫോർ വെരിഫിക്കേഷൻ ഓഫ് ദി ഓണർഷിപ്പ് ആൻഡ് പ്രൊസീജിയർ ദ സെയിം ഓഫ് വാട്ട് ഐറ്റം? പ്രോപ്പർട്ടി പ്ലാന്റ് എക്യുപ്മെൻറ്റ്. ഇൻ ദ ബാലൻസ് ഷീറ്റ് ഓഫ് വാച്ചസ് ലിമിറ്റഡ് അഡീഷൻസ് ഓഫ് 20 CR ആർ അപ്പിയറിംഗ് അണ്ടർ PPE. PPEയുടെ ഓണർഷിപ്പിന് ചെക്ക് ചെയ്യണം. റൈറ്റ്സ് ആൻഡ് ഒബ്ലിഗേഷൻ, പ്രോപ്പർട്ടി പ്ലാന്റ് എക്യുപ്മെൻറ്റ്സിൻ്റെ റൈറ്റ്സ് ഒബ്ലിഗേഷൻ അങ്ങനെ ചെക്ക് ചെയ്യും. നിങ്ങൾ ഓൾറെഡി ആ 5 പോയിന്റ് സെറ്റാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അത് എഴുതാൻ വേണ്ടി പറ്റും. ഇത്തവണ ചോദിച്ചേക്കുന്നത് ഇതാണ്. ഓക്കെ. We have to perform testing of additions. The auditor, while performing testing of additions, should verify that all PPE invoices are in the name of the entity. For all additions, or we have to check the conveyance deed, sale deed, etc. We should insist and verify the original title deeds for all immovable property. In case entity has given such immovable property as security for any borrowings, etc., we should request the entity's management for obtaining confirmation letters from that lending authority, from the lenders. In addition, we should also verify the register of charges, if any, created against the PPE. The 5 പോയിന്റ്സ് ഇതുപോലെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എഴുതാൻ വേണ്ടി പറ്റും. മിക്കവാറും ടെക്സ്റ്റ് ബുക്കിൽ ഇതേ 5 പോയിന്റ് തന്നെ ഉണ്ടാവുള്ളൂ. റൈറ്റ്സ് ഒബ്ലിഗേഷൻ സംബന്ധിച്ചിട്ടുള്ള ഈ 5 പോയിന്റ് ഇത് നോക്കി വെച്ചാട്ടോ. PPEയുടെ റൈറ്റ്സ് ഒബ്ലിഗേഷൻ RTP ക്വസ്റ്റിൽ വന്നു. MTPയിലും MTP1ലും 2ലും കൂടി എന്താ വരുന്നത് നോക്കിയോ. അതിൻ്റെ അനുസരിച്ചിട്ടായിരിക്കും. അതിലേതെങ്കിലും ഒരെണ്ണം തന്നെ വേണമെങ്കിൽ വരാൻ ചാൻസ് ഉണ്ട് ഏത് എക്സാമിനും. ഓക്കെ. അടുത്തത് എക്സ്പ്ലെയിൻ ദ വേരിയസ് പോയിന്റ്സ് ഡിസ്കസ് ബൈ ഓഡിറ്റ് വിത്ത് റെഫറൻസ് ടു റൂൾസ് ആൻഡ് ഓഫ്. ഓക്കെ, നോക്കട്ടെ. ഓഡിറ്റ് ഡോക്യുമെന്റേഷൻ അല്ലേ. ഓഡിറ്റ് പാർട്ണർ ഇൻസ്ട്രക്ടഡ് ദി ഓഡിറ്റ് ടീം ടു ഫൈനലൈസ് ആൻഡ് അസംബിൾ ദ ഓഡിറ്റ് ഡോക്യുമെന്റേഷൻ ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ സൈനിങ് ദി ഓഡിറ്റ് റിപ്പോർട്ട് ഓൺ 15 സെപ്റ്റംബർ. 15 സെപ്റ്റംബറിലാണ് ഓഡിറ്റ് റിപ്പോർട്ട്. നേരത്തെ ഒരു ക്വസ്റ്റനിൽ 15 സെപ്റ്റംബർ ആയിരുന്നു റിപ്പോർട്ട്.
However, the audit team took this instruction lightly and forgot. ഓക്കെ, അപ്പോൾ എക്സ്ക്യൂസീവ് വൺ റിക്വയർമെൻറ്റ് തെറ്റിച്ചിട്ടുണ്ടാവും. അവർ എത്ര ദിവസത്തിനകത്താണ് നമ്മൾ ഫയൽ ചെയ്യേണ്ടത്? 60 days അല്ലേ. പിന്നെ ഓഡിറ്റ് റിപ്പോർട്ട് സൈൻ ചെയ്ത് കഴിഞ്ഞാൽ 60 ദിവസത്തിനകത്ത് അതിനെ ഫയലാക്കി വെക്കണം. എന്നിട്ട് ആ ഫയൽ 7 വർഷം കീപ്പ് ചെയ്യണം. ഇതാണ് എക്സ്ക്യൂസീവ് വൺ റിക്വയർമെൻറ്റ്. ഇവർ 60 ദിവസം പോയിട്ട് 6 മാസത്തെ കണക്കൊക്കെയാണ് പറഞ്ഞേക്കുന്നത്. ആഫ്റ്റർ 6 months ഓഡിറ്റ് ടീം സ്റ്റാർട്ടഡ് അസംബ്ലിംഗ് ദ ഫയൽ. സോ എക്സ്ക്യൂസീവ് വൺ അവിടെ S230 എന്താ പറയുന്നത്? എക്സ്ക്യൂസീവ് വൺ കംപ്ലൈൻറ്റ് ചെയ്യാൻ വേണ്ടി പറയുന്നു. എക്സ്ക്യൂസീവ് വൺ എന്താ പറയുന്നത്? 60 ദിവസത്തിൻ്റെ കണക്ക്. അപ്പോൾ എന്തായാലും എല്ലാം തെറ്റി. When audit partner became aware of this, he called a meeting. പിള്ളേർക്ക് കിട്ടും. And procedure for timely completion audit file, changes to audit documentation and period of retention. ഓക്കെ, ഓഡിറ്റ് ഡോക്യുമെൻഷനിൽ എന്തൊക്കെ ചേഞ്ചസ് വരുത്താം, ഫയലിൽ എന്തൊക്കെ ഡോക്യുമെൻഷൻ ചേഞ്ച് വരുത്താം, പീരീഡ് ഓഫ് റിട്ടൻഷൻ എന്തൊക്കെയാണെന്നൊക്കെ പറഞ്ഞു കൊടുത്തു. അപ്പോൾ എന്തൊക്കെയായിരിക്കും പറഞ്ഞു കൊടുത്തതെന്നായിരിക്കും ചോദ്യം. ഓക്കെ, so as per say 230 audit documentation നമ്മൾ എന്ത് ചെയ്യണം? We have to prepare the audit documentation and maintain it for the specific period of time as required by the SQC 1 പ്രകാരം അത് എത്ര ദിവസമാണ്? 60 ദിവസമാണ്. അതിന് എന്തൊക്കെ ചേഞ്ചസ് വരുത്താൻ വേണ്ടി പറ്റും? മറ്റേ ഈ ക്ലറിക്കലായിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള ചേഞ്ചസ് മാത്രമേ വരുത്താൻ പറ്റുള്ളൂ. അങ്ങനെയൊക്കെ ഒരു ടോപ്പിക് പറയുന്നില്ല നമ്മൾ. അതായത് സൂപ്പർസീഡ് ഡോക്യുമെൻഷൻസ് മാറ്റാൻ വേണ്ടി പറ്റും. ഇനീഷ്യൽ ഡ്രാഫ്റ്റ് ഒക്കെ ആണെങ്കിൽ അത് ഡോക്യുമെൻ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, അത് എടുത്ത് കളയാം. അങ്ങനെയൊക്കെയുള്ള പോയിൻറ്റ്സ്. As per say 230 audit documentation, we shall assemble the audit documentation and audit file and complete the administrative procedures on a timely manner. As per SQC1, എൻ്റെ പേരൊന്നും എഴുതേണ്ട ആവശ്യമില്ല. As per SQC1, it requires the firms to establish policies for the timely completion and assembly of the file. An appropriate time limit is 60 days after the date of audit report. And completion of the audit file after the date of audit report is only a administrative ആയിട്ടുള്ള clerical ആയിട്ടുള്ള process. Changes may however be made to the audit documentation during the final assembly process only if they are administrative in nature. Changes എന്തൊക്കെയാണ്? സൂപ്പർസീഡ് ഡോക്യുമെൻഷൻസ് മാറ്റിക്കളയുക, മറ്റേ സോർട്ടിങ്, അറേഞ്ചിങ് ദാറ്റ് തിങ്, അസെൻഡിങ് ഓർഡറിലാക്കി മാറ്റി വയ്ക്കുക, അങ്ങനെയൊക്കെ ചെയ്യുക. സൈനിങ് ഓഫ് ചെക്ക് ലിസ്റ്റ്, അത്തരം സംഭവങ്ങൾ മാത്രമേ ചേഞ്ചസ് അനുവദനീയമായിട്ടുള്ളൂ. പിന്നെന്താണ് പറഞ്ഞേക്കുന്നത്? ആഫ്റ്റർ ദ ഫൈനൽ അസംബ്ലി ഓഫ് ഓഡിറ്റ് ഫയൽ വേറെ ചേഞ്ചസ് ഒന്നും അനുവദനീയമല്ല. SQC1 പ്രകാരം ഇത് എന്ത് ചെയ്യണം? 7 years. SQC1 requires the firms to establish policies for the retention also. 7 years ആണ് റിട്ടൻഷൻ പീരീഡ്. റിട്ടൻഷൻ പീരിയഡ് is not shorter than 7 years. സെയിം തിങ്, സിമ്പിൾ. വളരെ SA230 ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഓഡിറ്റ് ഫയലിൻ്റെ റിട്ടൻഷനും അതിൻ്റെ വർഷവും. ബട്ട് അതെന്തല്ലോ റിപ്പീറ്റ് ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ്. അതൊന്ന് നോക്കി വയ്ക്കുക. സിമ്പിൾ സാധനം. RTPS ആക്ച്വലി വെരി കുട്ടികൾ ദിസ് ടൈം. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഫിനാൻസ് മാനേജേഴ്സ് ഓഫ് ദ വ്യൂ ദാറ്റ് ഓൾ റെക്കോർഡ്സ് ആൻഡ് എവിഡൻസ് ഹാസ് ബീൻ ഗിവൺ എ സെപ്പറേറ്റ് റിപ്രസെൻറ്റേഷൻ. ഓക്കെ, WR തരുന്നില്ല. സേ 580 ബേസ്ഡ് ക്വസ്റ്റ്യൻ. GEM Limited has appointed GSP and Co. Chartered Accountants. While conducting the audit, the partner requested the management to provide WR. Management is of the view that since all records has already been given, separate representation is not required. Explain. Lack of audit evidence പോലെ. അപ്പോൾ ഇങ്ങനത്തെ ഇത് അഗെയിൻ ഒരു ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻ ആണ്. മാനേജ്മെന്റ് നോട്ട് പ്രൊവൈഡിംഗ് ദ റെപ്രസെൻറ്റേഷൻ റിഗാർഡിംഗ് വാട്ട്? The responsibility. While conducting audit, we requested the management to provide written representation that it has fulfilled its responsibility for the preparation of FS. So management responsibilities അവർ കംപ്ലൈ ചെയ്തിട്ടുണ്ട് എന്ന് അവരുടെ അടുത്ത് എഴുതി പറയാൻ പറഞ്ഞപ്പോൾ അത് തരുന്നില്ല. സോ ഇറ്റ്സ് ബേസിക് ലാക്ക് ഓഫ് ഓഡിറ്റ് എവിഡൻസ് ആയിട്ട് പോകും. ആദ്യം ഇപ്പോൾ എന്താ പറയുക? ഇപ്പോൾ SA ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. എങ്ങനെ അപ്രോച്ച് ചെയ്യേണ്ടത്? ആസ് പെർ SA 580 എന്താണ് റിട്ടേൺ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുക? മറ്റേ ദ ഇൻഫർമേഷൻ ഗിവൺ ബൈ ദ മാനേജ്മെൻറ്റ് ഇൻ റിട്ടേൺ ഫോം ഓഡിറ്റിന് കൊടുക്കുന്നതാണ് ഈ റിട്ടേൺ റെപ്രസെൻറ്റേഷൻ. ദേ കോൺസ്റ്റിറ്റ്യൂട്ട് നെസസറി ലെവൽ ഓഫ് ഓഡിറ്റ് എവിഡൻസ്. ബട്ട് ഇതൊരു പ്രൈമറി ഓഡിറ്റ് എവിഡൻസ് അല്ല, ബട്ട് കോംപ്ലിമെൻ്ററി ആയിട്ട് എവിഡൻസ് ആണ്. അതായത് മാനേജ്മെൻറ്റ് അവരുടെ റെസ്പോൺസിബിലിറ്റീസ് എല്ലാം ചെയ്തിട്ടുണ്ടോ എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ടും അതേപോലെ ഓൾറെഡി ഓഡിറ്റിന് കിട്ടിയിട്ടുള്ള എവിഡൻസിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുമാണ് എന്ത് ചെയ്തത്? റെപ്രസെൻറ്റേഷൻ വാങ്ങിക്കുന്നത്. ഇൻ ദ ഗിവൺ കേസ് മാനേജ്മെൻറ്റ് റെസ്പോൺസിബിലിറ്റീസ് അവർ കംപ്ലൈൻറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് അവർ പറയാത്ത പക്ഷം what a violation of SA 580. മാനേജ്മെൻറ്റ് ഇത് പറയേണ്ട ആവശ്യമില്ല. മാനേജ്മെൻറ്റ് അവരുടെ റെസ്പോൺസിബിലിറ്റീസിനെ വീണ്ടും WR ആയിട്ട് പറയേണ്ട ആവശ്യമില്ല. ഏത് സിറ്റുവേഷനിൽ മാത്രം ലീഗലി അവർക്കിപ്പോൾ DRS പോലുള്ള ഡയറക്ടേഴ്സ് റെസ്പോൺസിബിൾ സ്റ്റേറ്റ്മെൻറ്റ് പോലെയുള്ള ഡിക്ലറേഷൻ അവർ കൊടുക്കുന്നുണ്ടെങ്കിൽ ഒഴികെ ബാക്കി എല്ലാ സിറ്റുവേഷൻസിലും ഓഡിറ്റർ അത് കൊടുത്തേ പറ്റൂ. അപ്പോൾ ഇത് തരാത്ത പക്ഷം ഇറ്റ് ഈസ് എ ലാക്ക് ഓഫ് ഓഡിറ്റൻസ്. ഇറ്റ് വിൽ റിസൾട്ട് ദി ഓഡിറ്റർ ഇൻ ഗിവിങ് എ മോഡിഫൈഡ് ഒപ്പീനിയൻ. അതൊക്കെയാണ് എൻ്റെ ആസ്പെക്റ്റ് പോവുക. സോ ഇൻ ദ ഗിവൺ കേസ്, അപ്പോൾ അഗെയിൻ ഞാൻ എന്താ ഇത് പറയാനാണെന്നറിയോ? അവർ അഗെയിൻ ആൻസർ കണ്ടാൽ നിങ്ങൾ പേടിക്കും. ദൈവമേ, 4 മാർക്കിൽ ഇത്രയും പാരഗ്രാഫുകൾ, 1 2 3 4 5 പാരഗ്രാഫ് എഴുതണോ? വേണ്ട. ഇപ്പം ഇത് മറ്റേ നേരത്തെ ആ ടേബിൾ കണ്ടിട്ട് നിങ്ങൾ ടേബിൾ ഫുൾ എഴുതണമെന്ന് ചോദിക്കാൻ നിങ്ങൾക്ക് തോന്നിയിട്ടില്ലെങ്കിൽ ഇവിടെ ഇത് തോന്നേണ്ട ആവശ്യമില്ല. മെയിൻ കോൺസെപ്റ്റ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ള പോയിന്റ് എഴുതിയാൽ മതി. ഇൻ ദ ഗിവൺ കേസ് GSP and Co auditor requested the management to provide representation. അവർ ആദ്യം ആ ക്വസ്റ്റൻ തന്നെ വീണ്ടും എഴുതി സമയം കളഞ്ഞിട്ടുണ്ട്. Managers of the view that since all records has been given a separate review. ഓക്കെ, നൗ ഇത് വായിക്കുമ്പോൾ ചില ആൾക്കാർക്ക് ഡൗട്ട് വരാൻ ചാൻസ് ഉണ്ട്. സോ അപ്പോൾ എല്ലാ ക്വസ്റ്റനും അപ്പോൾ സാർ ഞാൻ ഇങ്ങനെയാണോ ചെയ്യേണ്ടത്? ക്വസ്റ്റിൽ കാണിച്ചേക്കുന്ന സിറ്റുവേഷൻ ഞാൻ ഫുൾ ക്വസ്റ്റൻ പകർത്തി എഴുതിയിട്ട് എന്നിട്ട് നമ്മുടെ ആൻസർ അങ്ങനെയും ഇല്ല.
ഇപ്പോൾ ഇതിന് മുമ്പുള്ള ക്വസ്റ്റ്യൻസ് നമ്മളങ്ങനെ കണ്ടോ? ഒരു ഫോർമാറ്റ് അങ്ങനെയാണെങ്കിൽ എല്ലാ ക്വസ്റ്റിനും അങ്ങനെ വേണ്ടേ? ഇതിന് മുമ്പുള്ള ക്വസ്റ്റ്യൻ ഇല്ലല്ലോ. അപ്പോൾ പിന്നെ ഇവിടെയും ഇത് അവരങ്ങനെ ആൻസർ ഇങ്ങനെ കാണിച്ചു എന്ന് മാത്രം രീതിയിൽ. ഇത് ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻ ആണ്. ഓഡിറ്റിങ്ങിന് മനസ്സിലാക്കുക, ഓഡിറ്റിങ്ങിന് അങ്ങനെ ഒരു ആൻസറിങ് ഫോർമാറ്റ് ഇല്ല. ലോയിൽ പഠിക്കുന്ന പോലെ അനാലിസിസ് ഓഫ് ദ കേസ്, പ്രൊവിഷൻസ് ഓഫ് ദ കേസ്, സിറ്റുവേഷൻ അങ്ങനൊന്നുമില്ല. എസ് എ ബേസ്ഡ് ക്വസ്റ്റ്യൻസിൽ എസ് എ കോട്ട് ചെയ്യാൻ ശ്രമിക്കുക. ക്വസ്റ്റ്യനിൽ എന്ന് പറഞ്ഞേക്കുന്നു എന്ന് വേണ്ട അതിനെ കണക്ട് ചെയ്തിട്ട് എഴുതാൻ ശ്രമിക്കുക. അതെങ്ങനെയാണ് സാറേ പറ്റുക? ടെക്സ്റ്റ് ബുക്ക് നല്ലപോലെ വിജ്ഞാനം നിങ്ങൾക്കുണ്ട്. ഏത് എസ് എ ആണ്, ആ എസ് എ പ്രകാരം എന്താണ് ചെയ്യേണ്ടത് നിനക്ക് നല്ല ബോധമുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ആ സാധനം എഴുതാൻ പറ്റും. നിനക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മാക്സിമം ക്വസ്റ്റ്യൻസും പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അല്ലാണ്ട് ഒരു ഫോർമാറ്റായിട്ട് നിങ്ങളൊരു പാറ്റേൺ ഒന്നും ഉണ്ടാക്കി വെക്കേണ്ട ആവശ്യമില്ല എന്നാണ് ഞാൻ ഈ പറയുന്നത്. എസ് എയിൽ നല്ലപോലെ ഗ്രിപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ടെൻഷനില്ല. ഈ എസ് എയിൽ എന്ത് പറയുന്നു എന്ന് അറിയാത്തവരാണ് പിന്നെ പ്രസൻറ്റേഷനിൽ ക്വസ്റ്റ്യനും അനാലിസിസ് അങ്ങനെയൊന്നും വേണ്ട. അതല്ല മാർക്ക് കിട്ടുന്നത്. അൾട്ടിമേറ്റ്ലി എസ് എ 580 പ്രകാരം ഇവിടെ എന്ത് സംഭവിക്കുന്നു, എന്താണ് നമ്മൾ ചെയ്യേണ്ടിയിരുന്നത് എന്ന് നിനക്ക് അറിയുമോ എന്നാണ് IC ഇവിടെ ചോദിക്കുന്നത്. അത് എഴുതി കഴിഞ്ഞാൽ മാർക്ക് കിട്ടും. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ഈ എന്തായാലും ഇപ്പോൾ ഫസ്റ്റ് പാരഗ്രാഫിൽ അവർ കഥ വീണ്ടും ഫുൾ പറഞ്ഞേക്കുക. എന്തുവാ, ഇൻ ദ ഗിവൺ കേസ് വി ഹാവ് റിക്വസ്റ്റഡ് ദ മാനേജ്മെൻറ്റ് ടു പ്രൊവൈഡ് റെപ്രസെൻറ്റേഷൻ. അതുകൊണ്ട് അവന്മാർ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. മാനേജ്മെൻറ്റ് ഇസ് ഓഫ് ദ വ്യൂ ദാറ്റ് അതല്ല ഓൾറെഡി എല്ലാ ഡീറ്റെയിൽസും തന്നിട്ടുണ്ട്. അപ്പോൾ സെപ്പറേറ്റ് റെപ്രസെൻറ്റേഷൻ ഒന്നും തരത്തില്ല. എന്നിട്ട് അവർ പറഞ്ഞു വ്യൂ ഓഫ് ദ മാനേജ്മെൻറ്റ് ഇസ് നോട്ട് കറക്റ്റ് ബിക്കോസ് റെപ്രസെൻറ്റേഷൻസ് അബൌട്ട് മാനേജ്മെൻറ്റ് റെസ്പോൺസിബിലിറ്റി ആർ നെസസറി ഡ്യൂ ടു ഫോളോയിങ്സ്. അപ്പോൾ ഇനി ഞാൻ ശരിക്കും ആൻസർ സ്റ്റാർട്ട് ചെയ്യുന്നത്. മാനേജ്മെൻറ്റ് ചെയ്ത് തെറ്റ് എന്തുകൊണ്ട് എന്തുകൊണ്ടാണെന്ന് നോക്കിയേ. Audit evidence obtained during the audit that management has fulfilled its responsibility regarding the preparation of FS and about information provided and completeness of transaction is not sufficient without obtaining confirmation from management that it believes that it has fulfilled those responsibility. ഒന്നുമില്ല. എസ് എ 580 പ്രകാരം നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമുണ്ട്? വി ഹാവ് ടു ഒബ്റ്റെയിൻ കൺഫർമേഷൻ ദാറ്റ് മാനേജ്മെൻറ്റ് ഹാസ് പെർഫോംഡ് ഓൾ ഇസ് റെസ്പോൺസിബിലിറ്റീസ്. മാനേജ്മെൻറ്റ് അവരുടെ റെസ്പോൺസിബിലിറ്റീസ് എല്ലാം കംപ്ലൈ ചെയ്തിട്ടുണ്ട് എന്ന എവിഡൻസ് വാങ്ങിക്കുന്ന സമയത്ത് such evidences are not complete unless the management actually says that they have actually done thing. ഇപ്പോൾ ക്ലാസ്സിൽ വന്നിട്ട് ക്ലാസ്സിൽ നിന്ന് എക്സാമ്പിൾ, ഇപ്പോൾ ക്ലാസ്സിൽ വന്നിട്ട് സപ്പോസ് ടീച്ചർ ചോദിക്കുകയാണ് നിങ്ങൾ ഹോംവർക്ക് എഴുതിയോ, നിങ്ങൾക്ക് ഹോംവർക്ക് തന്നിട്ടുണ്ട്, ഹോംവർക്ക് നിങ്ങൾ എഴുതിയോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി വരുവാണ് അടുത്ത ദിവസം. അപ്പോൾ നിങ്ങൾ ഹോംവർക്ക് ചെയ്തോ, ഏൽപ്പിച്ച പണിയെല്ലാം ചെയ്തോ എന്ന് നിങ്ങളടുത്ത് ചോദിച്ചു. അപ്പോൾ അതിന് നിങ്ങൾ ഉത്തരം പറയുന്നില്ല, മിണ്ടാതിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്തോ എന്നറിയുന്നതിൻ്റെ ഭാഗമാണ് നിങ്ങളുടെ റെസ്പോൺസ് മേടിക്കുക എന്നുള്ളത്. മനസ്സിലായോ? കൺഫ്യൂഷൻ ഉള്ള എക്സാമ്പിൾ കൊണ്ട് കൂടുതൽ കൺഫ്യൂഷൻ ആക്കുന്നില്ല. മാനേജ്മെൻറ്റ് അവരുടെ റെസ്പോൺസിബിലിറ്റീസ് ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്ക് ഉറപ്പ് വരുത്തണം. അത് ഉറപ്പ് വരുത്തുന്നതിൻ്റെ ഭാഗമാണ് എന്താ ഈ മാനേജ്മെൻറ്റ് അവരുടെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് അവരെ കൊണ്ട് WR വാങ്ങിപ്പിക്കുന്നത്. സോ ദാറ്റ് അഷുറൻസ് ഇസ് നോട്ട് റിസീവ്ഡ് ഇൻ ദിസ് ഗിവൺ കേസ് ബിക്കോസ് ദേ ആർ നോട്ട് ഗിവിംഗ് ദ റെപ്രസെൻറ്റേഷൻ, റൈറ്റ്? ഓഡിറ്റ് എവിഡൻസ് അബൌട്ട് അണ്ടർലൈൻ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ മാത്രം വയ്ക്കുക. ഓഡിറ്റ് എവിഡൻസ് obtained during the audit that management has fulfilled its responsibilities is not sufficient without obtaining confirmation from the management regarding the same. Okay. This is because we are not able to judge solely on other evidences whether management is prepared. ഇപ്പോൾ മാനേജ്മെൻറ്റ് റെസ്പോൺസിബിലിറ്റീസ് അവർ ചെയ്തിട്ടുണ്ടോയെന്ന് മാനേജ്മെൻറ്റ് പറഞ്ഞേക്കാളും ബെറ്ററായിട്ട് വേറൊരു വഴിയില്ല ചെയ്യാനായിട്ട്. For example, we could not conclude the management has provided the auditor with relevant information agreed in the terms of engagement without asking whether and receiving confirmation that such information. അവർ വെറുതെ വലിച്ചിട്ടിരിക്കുകയാണ്. അതായത് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെ, മാനേജ്മെൻറ്റ് അവരുടെ റെസ്പോൺസിബിലിറ്റി ചെയ്തിട്ടുണ്ടോ എന്ന് അവരോട് ചോദിക്കേണ്ടത് എങ്ങനെ അറിയാൻ വേണ്ടി പറ്റും? അതവർ പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മളങ്ങനെ അറിയും എന്നിങ്ങനെ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ ഇത്രയും ആക്ച്വലി വലിച്ചു കിട്ടിയിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല. ഇപ്പോൾ SA 580 വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇപ്പോൾ ഈ ഇങ്ങനെ വലിച്ച് വാരാണ്ട് എങ്ങനെ ആൻസർ പ്രസൻറ്റ് ചെയ്യാമെന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഒറ്റ സെക്കൻഡ് ആപ്പ് ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രാഷായി, നമുക്കൊന്ന് ഓഫ് ചെയ്തിട്ട് ഒന്നുകൂടെ ഒന്ന് ഓൺ ചെയ്യാം. ഓക്കെ, ഒരു സെക്കൻഡ്. അതിപ്പോൾ ലോഡാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, യെസ് എത്തി. ജസ്റ്റ് സെക്കൻഡ്. SA 580 അല്ലേ? SA 580 നമ്മുടെ ടോപ്പിക്സ് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, ഇറ്റ്സ് ഇൻ പേജ് നമ്പർ 86.
ആദ്യം SA 580 ആക്ച്വലി RTPയിൽ ഒരു SA 580 എന്നൊന്നും വരില്ല. ആസ് പെർ SA 580 representation of the written statements by the management provided to the auditor to confirm certain matters. Although they provide necessary evidence, they do not provide sufficient evidence on their own. നമ്മൾ ചെയ്യുന്നത് മെയിൻലി എന്തിനായിട്ടാണ്? We obtain audit evidence to ensure that management has fulfilled its responsibilities and to support other audit evidences. In the given case അവർ തന്നിട്ടില്ല. We have to obtain representation management has fulfilled the responsibility and അത് തന്നിട്ടില്ല, അവർക്ക് തരാൻ പറ്റില്ലെങ്കിൽ അവർക്ക് വേണമെങ്കിൽ വേറെ പേഴ്സൺസിനോട് ചോദിക്കാം, ആ ഒരു ആസ്പെക്റ്റ്. പക്ഷെ അതിലോട്ട് ഇപ്പോൾ പോകേണ്ട ആവശ്യമില്ല. ആൻഡ് സംടൈംസ് ഈവൻ അവരെ കൊണ്ട് റീകൺഫേം ചെയ്യിപ്പിക്കേണ്ട ആവശ്യം വരും. റിട്ടൺ റെപ്രസെൻറ്റേഷൻസ് ആർ ഫോർ ഓൾ ദ പീരിയഡ്സ് കവർഡ് ഇൻ ദി ഓഡിറ്റ്, അങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞിട്ടില്ലേ? അതായത് ഇപ്പോൾ മാനേജ്മെൻറ്റിൽ ചേഞ്ച് വന്നിട്ടുള്ള സിറ്റുവേഷൻസിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ഉള്ള സിറ്റുവേഷൻസിൽ, അല്ലെങ്കിൽ ടേംസ് ഓഫ് എൻഗേജ്മെൻറ്റ് ഒരു പ്രീവിയസ് ഇയറിലാണ് ഈ വർഷം ചേഞ്ച് വന്നിട്ട്, ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമുണ്ട്? ഓൾറെഡി തന്നിട്ടുള്ള കാര്യമാണെങ്കിൽ പോലും ചിലപ്പോൾ വീണ്ടും നമുക്ക് റീകൺഫർമേഷൻ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കേണ്ടി വരും. അപ്പോൾ മാനേജ്മെൻറ്റിൻ്റെ റെസ്പോൺസിബിലിറ്റീസ് അവർ ചെയ്തിട്ടുണ്ട് എന്ന് അവരെ കൊണ്ട് ഏറ്റു പറയിപ്പിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആൻസർ കീയിലും അതേ പറയുന്നുള്ളൂ. വ്യൂ ഓഫ് ദ മാനേജ്മെൻറ്റ് ഇസ് നോട്ട് കറക്റ്റ്. Because what? Representations about management fulfilling the responsibility is necessary, because audit evidence obtained about management's compliance with their responsibilities are not complete unless they provide the representation. Because അത് തരാത്ത പക്ഷം അവരത് ചെയ്തിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടി പറ്റത്തില്ല. Representations requiring fulfillment of management responsibilities in relation to the above draw on the agreed acknowledgement and understanding of the management of its responsibilities in the terms of engagement. Terms of engagement നമ്മൾ SA 210 ഓഡിറ്റ് എൻഗേജ്മെൻറ്റ് ലെറ്ററിൻ്റെ കണ്ടൻറ്റിൽ ഒരു പോയിന്റ് ഓഡിറ്റേഴ്സ് റെസ്പോൺസിബിലിറ്റി, മാനേജ്മെൻറ്റ് റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ അല്ലേ. അപ്പോൾ മാനേജ്മെൻറ്റിൻ്റെ റെസ്പോൺസിബിലിറ്റീസ് ഇന്നതൊക്കെയാണ് എന്ന് SA 210 പ്രകാരം എൻഗേജ്മെൻറ്റ് ലെറ്ററിലൊക്കെ പറഞ്ഞ് അത് അവർ ഓക്കെ പറഞ്ഞിട്ടല്ലേ നമ്മൾ വർക്ക് തുടങ്ങിയേക്കുന്നത്. അപ്പോൾ SA 210 പറഞ്ഞേക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ അനുസരിച്ചിട്ടുണ്ടല്ലോ എന്നതിൻ്റെയും കൂടി ഒരു കൺഫർമേഷനാണ് എന്തുവാ അവർ WR വാങ്ങിക്കുക, SA 580 പ്രകാരം WR വാങ്ങിക്കുക എന്നുള്ളത്. The auditor may also ask the management to റീകൺഫർമേഷൻ ആസ്പെക്റ്റ് കൊണ്ട് പറഞ്ഞിട്ടുണ്ട്. റീകൺഫർമൻസ് അക്നോളജ്മെൻറ്റ് എസ്പെഷ്യലി നമ്മളിപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ കാണിച്ചിട്ടുള്ള ആ ലാസ്റ്റിലത്തെ 4 പോയിൻറ്റിൻ്റെ സിറ്റുവേഷൻസ്. അപ്പോൾ വളരെ ഓപ്പൺ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ തന്നേക്കുന്നുണ്ട്. വലിച്ച വലിത്രൊന്നും എഴുതേണ്ടി വരത്തില്ല. ഓക്കെ, ജസ്റ്റ് ഒരു 1 ടൈം റീഡ് കൊടുക്കുക. എന്തൊരു ഐഡിയ കിട്ടിയല്ലോ. ഇപ്പോൾ ഓക്കെ ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ ഇത് ഇങ്ങനെയൊക്കെയും എഴുതാം എന്ന് മനസ്സിലായല്ലോ. SA 580 എന്താണെന്ന് പറയുക, റെപ്രസെൻറ്റേഷൻസ് മെയിൻലി എന്തിനാണ് വാങ്ങിക്കുന്നതെന്ന് പറയുക. മാനേജ്മെൻറ്റ് തന്നിട്ടില്ലെങ്കിൽ അത് ലാക്ക് ഓഫ് ഇൻഫർമേഷനാണ്, അത് കാരണം നമുക്ക് മോഡിഫൈഡ് ഒപ്പീനിയൻ പറയേണ്ടി വരും. മാനേജ്മെൻറ്റിൻ്റെ റെസ്പോൺസിബിലിറ്റീസ് അവർ ചെയ്തിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാൻ നമുക്ക് അവരുടെ റെപ്രസെൻറ്റേഷൻ കിട്ടിയേ പറ്റൂ. SA 210 പ്രകാരം ടേംസ് ഓഫ് എൻഗേജ്മെൻറ്റും പറയുന്നൊരു കാര്യമാണത്. അത് ഉറപ്പുവരുത്താനും ഇവർക്ക് ഇത് കിട്ടിയേ പറ്റൂ. ആൻഡ് റീകൺഫർമേഷൻ വാങ്ങിക്കേണ്ടി വരും. അത്രയൊക്കെ അതാണ് ഇവർ എഴുതിയേക്കുന്നത്. ഇപ്പോൾ ഈ ആൻസറിൽ അത് എഴുതാൻ പറ്റുമല്ലോ. ഒന്ന് അല്ലേ, നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് ഇപ്പോൾ ഒരു ഐഡിയ കിട്ടിയില്ലേ. ഇപ്പോൾ കണ്ട സ്ഥിതിക്ക് ഇനിയിപ്പോൾ സപ്പോസ് ഈ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് വീണ്ടും വന്നാൽ ഏതാണ്ട് ഇങ്ങനെയൊക്കെ എഴുതാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, SA 701 എക്സ്പ്ലെയിൻ ദ പർപ്പസ് ഓഫ് കീ ഓഡിറ്റ് മാറ്റേഴ്സ്. SA 701 പ്രകാരം എന്താണ് കീ ഓഡിറ്റ് മാറ്റേഴ്സ് വെച്ചാൽ? കീ ഓഡിറ്റ് മാറ്റേഴ്സ് വെച്ചാൽ എന്താ? ഓഡിറ്ററിൻ്റെ ജഡ്ജ്മെൻറ്റിൽ ദോസ് മാറ്റേഴ്സ് വിച്ച് ആർ വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ദ യൂസേഴ്സ് അണ്ടർസ്റ്റാൻഡിങ് റിഗാർഡിംഗ് ദ ഓഡിറ്റ് മാറ്റേഴ്സ്. ഓക്കെ, ഓഡിറ്റർ ചെയ്ത പ്രൊസീജിയേഴ്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് എന്ന് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ, അയാളുടെ ജഡ്ജ്മെൻറ്റിലൊക്കെ തോന്നിയിട്ടുള്ള കാര്യങ്ങൾ അയാൾ യൂസേഴ്സിനെ അറിയിക്കുന്നതാണെന്ന് വിളിക്കുക, കീ ഓഡിറ്റ് മാറ്റേഴ്സ് എന്ന് വിളിക്കുക. ഇറ്റ് ഇസ് സെലക്ടഡ് ഫ്രം 3 കാര്യങ്ങൾ. ഒരുപാട് റിസ്ക് ഇൻവോൾവ് ആയിട്ടുള്ള കാര്യങ്ങൾ, മാനേജ്മെൻറ്റ് ജഡ്ജ്മെൻറ്റ് ഇൻവോൾവ് ആയിട്ടുള്ള കാര്യങ്ങൾ, സിഗ്നിഫിക്കൻറ്റ് ഇവൻസിനെ സംബന്ധിച്ചിട്ടുള്ള പോയിൻറ്റ്സ് ഒക്കെയാണ് അല്ലേ. വാട്ട് ഇസ് കെ? ഇത് ഇടയ്ക്കിടയ്ക്ക് അഗെയിൻ 701 റിപ്പീറ്റിൽ ചോദിക്കുന്ന സംഭവമാണ്. 701 മാത്രമല്ല 710 കൂടി കമ്പാരിറ്റീവ് ഇൻഫർമേഷൻസ് കൂടി ഒന്ന് നോക്കി വെച്ചോ. അറ്റംപ്റ്റിലോട്ട് ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. സോ കമ്മ്യൂണിക്കേറ്റിംഗ് കീ ഓഡിറ്റ് മാറ്റർ ഇൻ ഓഡിറ്റ് റിപ്പോർട്ട് എന്ന് വെച്ചാൽ എന്താണ്? ടു എൻഹാൻസ് ദ കമ്മ്യൂണിക്കേറ്റീവ് വാല്യൂ ഓഫ് ദ ഓഡിറ്റ് റിപ്പോർട്ട്. ഇറ്റ് പ്രൊവൈഡ്സ് അഡീഷണൽ ഇൻഫർമേഷൻ ടു ദ ഇൻറ്റൻഡഡ് യൂസേഴ്സ് ഇൻ അണ്ടർസ്റ്റാൻഡിംഗ് ദോസ് മാറ്റേഴ്സ് വിച്ച് ഇൻ യുവർ ജഡ്ജ്മെൻറ്റ് വാസ് വെരി സിഗ്നിഫിക്കൻറ്റ് ഇൻ ദി ഓഡിറ്റ് ഓഫ് ദി FS. കമ്മ്യൂണിക്കേറ്റിംഗ് കീ ഓഡിറ്റ് മാറ്റർ ഓൾസോ അസസ് ദ ഇൻറ്റൻഡഡ് യൂസേഴ്സ് ഇൻ അണ്ടർസ്റ്റാൻഡിംഗ് ദി എൻറ്റിറ്റി. ഏതൊക്കെ ഏരിയാസാണ് കീ ഓഡിറ്റ് മാറ്റേഴ്സ് എടുക്കുന്നത് എന്ന് പോലും അവരിതിൽ പറഞ്ഞിട്ടില്ല. കാരണം ചോദിച്ചേക്കുന്നത് കീ ഓഡിറ്റ് മാറ്റേഴ്സ് എന്തിനു വേണ്ടി കൊടുക്കുന്നു എന്നാണ്. ഇത്രയേ ഉള്ളൂ. യൂസേഴ്സിന് കൂടുതൽ മനസ്സിലാക്കാനായിട്ട് ഓഡിറ്റിൽ എന്തൊക്കെ മെയിനായിട്ട് സംഭവിച്ചിട്ടുണ്ട് അത്രയേ ഉള്ളൂ. വളരെ ഷോർട്ട് ഫോം ആയിട്ടുള്ള ചെറിയൊരു സാധനം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. യു ആർ അപ്പോയിൻറ്റഡ് ആസ് ഓഡിറ്റർ ഓഫ് ഗ്രീൻ എ 5-star ഹോട്ടൽ. ഓക്കെ, ഇത്തവണ ഡിഫറെൻറ്റ് എൻറ്റിറ്റീസിൽ ഹോട്ടലാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, ടിപ്പിക്കൽ ക്വസ്റ്റ്യൻ. അതായത് RTPയിൽ ഓഡിറ്റ് ഓഫ് ഡിഫറെൻറ്റ് എൻറ്റിറ്റീസ് ചാപ്റ്ററിന് ഇറ്റ്സ് എ വെരി ഹ്യൂജ് ചാപ്റ്റർ. ഗവൺമെൻറ് ഓഡിറ്റിങ്, ലോക്കൽ അതോറിറ്റീസ്, പിന്നെ ഈ മിസ്ലിനിയസ് എൻറ്റിറ്റീസ്, കോപ്പറേറ്റീവ് സൊസൈറ്റി, മൾട്ടി സൈറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി, ചാരിറ്റബിൾ സൊസൈറ്റി, ചാരിറ്റബിൾ ട്രസ്റ്റ്, ഇത്രയും ഉണ്ടായിട്ടും ദേ ആർ സ്റ്റിൽ ജസ്റ്റ് സ്റ്റക്ക് വിത്ത് ദ ടിപ്പിക്കൽ ക്വസ്റ്റ്യൻ. ഹോട്ടലിനെ ഓഡിറ്റ് ചെയ്യുമ്പോഴൊക്കെ ചെക്ക് ചെയ്യും, സ്കൂളിനെ ഓഡിറ്റ് ചെയ്യുമ്പോഴൊക്കെ ചെക്ക് ചെയ്യും. അത് RTP ഉണ്ടാക്കുന്ന സമയത്ത് അവരുടെ ഒരു ഡിഫോൾട്ട് സെറ്റിംഗ് പോലെ അവർ ഈ ഒരു ഏതെങ്കിലും മിസ്ലിനിയസ് എൻറ്റിറ്റി ചോദിക്കുന്നേ ഉള്ളൂ. അത് എക്സാമിനും ചോദിക്കാറുണ്ട്, ചോദിക്കാത്ത സാധനമൊന്നുമല്ല അത്. ബട്ട് RTP ഇത് വന്നെന്ന് വെച്ചിട്ട് മറ്റ് ഏരിയാസ് ഇമ്പോർട്ടൻ്റ് അല്ലാതാകുന്നില്ല.
അപ്പോൾ ഫോർ എക്സാമ്പിൾ ജാൻ 25 മെയ് 25 ഒക്കെ കൺസിസ്റ്റൻ്റ് ആയിട്ട് എക്സ്പെൻഡിച്ചർ ഓഡിറ്റ്, റവന്യൂ, മറ്റേ നമ്മുടെ ഗവൺമെൻറ് ഓഡിറ്റ് സൈഡിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അതേപോലെ പാർട്ട്ണർഷിപ്പ് ഫേം, LLP, ഹയർ പർച്ചേസ് കമ്പനി, ഇറ്റ്സ് ഓൾ ലോങ് ഡ്യൂ ഒക്കെ എപ്പോൾ വേണേൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ഏരിയസ് ആണ്. മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ്സിൻ്റെ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ടോപ്പിക്സ് നോക്കണം. അതൊക്കെ ഉണ്ട് ഈ ചാപ്റ്ററിൽ. ഈ ചാപ്റ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലബ്ബ്, തിയേറ്റർ, ഹോസ്പിറ്റൽ, സ്കൂൾ മാത്രമാണ് എന്ന് വിചാരിക്കരുത്. അങ്ങനെ ചില കുട്ടികൾ ലാസ്റ്റ് പഠിക്കാൻ പഠിച്ച് ലാസ്റ്റ് എടുത്തിട്ട് ക്ഷീണിച്ചിട്ട് എന്നാൽ പിന്നെ അത് മാത്രം മതി എന്നൊക്കെ വിചാരിച്ചിട്ട് പോകും. ഈ ഹോട്ടൽ സ്കൂളും മാത്രം നോക്കിയിട്ട് പോകും. അത് ചെയ്യരുത്. ഇപ്പോൾ ഇവിടെ ഇപ്പോൾ ചോദിച്ചേക്കുന്നത് ഇത് നോക്കിക്കോ. ഹോട്ടലിനെ എന്താ ചോദിച്ചേക്കുന്നത്? ഹോട്ടലിനെ എങ്ങനെ ഓഡിറ്റ് ചെയ്യുന്നല്ല ചോദിച്ചേക്കുന്നത്. ഹോട്ടലിനെ ഓഡിറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ ചെക്ക് ചെയ്യുന്നു ചോദിച്ചാൽ നമ്മൾ മറ്റേ നമ്മുടെ മഴവില്ലിൻ്റെ കളറുള്ള ഒരു സംഭവം ഉണ്ടല്ലോ, വിബ്ജിയോർ വെച്ചിട്ട് നമ്മളൊരു കളർ കോഡിങ് വെച്ച് സംഭവം പഠിച്ചിട്ടില്ലേ? മറ്റേ ചെക്കിങ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, മറ്റേ ചാർട്ടർ ഡോക്യുമെൻറ്റ്സ്, ആ പരിപാടി അതല്ല ചോദിച്ചേക്കുന്നത്. അവർ സ്പെസിഫിക് ആയിട്ട് ചോദിച്ചേക്കുന്നത് ഹോട്ടലിൻ്റെ ഫുഡ് ഇൻവെൻറ്ററി എങ്ങനെ ചെക്ക് ചെയ്യുന്നത്. അതിപ്പോൾ ഫോർ എക്സാമ്പിൾ NGOസിൻ്റെ ഡൊണേഷൻ്റെ ഒരു ക്വസ്റ്റ്യൻ കഴിഞ്ഞ ഒരു RTPയിൽ വന്നിട്ട് ഞാൻ നോക്കാൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടില്ലേ, അതേപോലെ ജസ്റ്റ് ഇതൊന്ന് നോക്കി വെക്കേണ്ട പോയിന്റ് മാത്രമാണ്. വെരിഫിക്കേഷൻ ഓഫ് ഇൻവെൻട്രി എന്തൊക്കെയാണ് നോക്കേണ്ടത്? 4 പോയിന്റ് ഉണ്ട്. ദ ഫോളോയിങ് പോയിന്റ് മേ ബി നോട്ടഡ് ഇൻ ദിസ് റിഗാർഡ്. ഏരിയാസ് വേർ ഇൻവെൻട്രി ഒക്കെ കെപ്റ്റ്. ഹോട്ടലിൽ അവരുടെ ഫുഡ് എവിടെയാണ് വെക്കുന്നത്? ഫുഡല്ലേ അവിടെ ഫുഡും ബിവറേജും സ്നാക്സും കേക്കും ബണ്ണൊക്കെ തന്നെയല്ലേ ഇവിടെ ഇൻവെൻട്രി. സോ വാട്ട് ആർ വി ഹാവ് ടു ചെക്ക് ദ ഫോളോയിങ് ഏരിയാസ് വേർ ഇൻവെൻട്രീസ് ആർ കെപ്റ്റ്. ഇറ്റ് മസ്റ്റ് ബി കെപ്റ്റ് ലോക്ക്ഡ്. ആ ലോക്കിൻ്റെ കീ ആരുടെ കയ്യിലാണ് വെച്ചേക്കുന്നത്? ട്രസ്റ്റഡ് ആയിട്ടുള്ള ട്രസ്റ്റ്വർത്തി ആയിട്ടുള്ള ആളുടെ കയ്യിലാണ് കൊടുത്തേക്കുന്നത്. മിനി ഹോട്ടൽ യൂസ് സ്പെഷ്യലൈസ്ഡ് പ്രൊഫഷണൽ വാല്യൂസ്. ഈ ബ്രെഡിൻ്റെയും സ്നാക്സിൻ്റെയൊക്കെ വാല്യൂ നോക്കാനായിട്ട് പ്രൊഫഷണൽ വാല്യൂസിനെ യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ കണ്ടിന്യൂസ് ബേസിസിൽ വാല്യൂഷൻ ഒക്കെ സംഭവിക്കുന്നുണ്ടോ? We should ensure that all inventories are valued at the year end and that we should himself be present at the end physically and that he should himself be present at the year end physical verification to the extent practicable. മാക്സിമം ആ വാല്യൂഷൻ പ്രോസസ്സിനെ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. 4 പോയിന്റ് വായിച്ചു വയ്ക്കുക. ഇതിലൊന്നും വലിയ കൺസെപ്റ്റ് ഒന്നുമില്ല. ഏത് ഹോട്ടലിൽ പോയിട്ട് ഇൻവെൻറ്ററി ചെക്ക് ചെയ്യുമ്പോഴും ഇതൊക്കെയാണ് നോക്കുക. ഹോട്ടലിലെ ഫുഡ് അവിടെയാണ് എടുത്ത് വെച്ചേക്കുന്നത്, അതിൻ്റെ കീ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ഫുഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡ് ഉണ്ടാക്കാനുള്ള ഐറ്റംസ് എല്ലാം വരും കേട്ടോ, അല്ലാണ്ട് പെരിഷബിൾ ഐറ്റംസ് ഇതെല്ലാം. അതുപോലെ പ്രോപ്പറായിട്ടുള്ള വാല്യൂഷൻ സംഭവിച്ചിട്ടുണ്ടോ, ഫിസിക്കൽ വെരിഫിക്കേഷൻ നേരിട്ട് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ദാറ്റ്സ് ഇറ്റ്, നത്തിങ്. അതിലൊന്നും വലിയ സീനുള്ള കാര്യങ്ങളൊന്നുമില്ല. ടിപ്പിക്കലി ചോദിക്കുന്ന ചോദ്യത്തിൽ നിന്നും മാറിയിട്ട് ഓക്കെ. ഇപ്പോൾ മറ്റേ ഡൊണേഷൻസിൻ്റെ ഒരു പോയിന്റ് നോക്കി വെക്കാൻ പറഞ്ഞ പോലെ ഹോട്ടലിൻ്റെ ഫുഡ് എങ്ങനെ ചെക്ക് ചെയ്യും, ഫുഡ് ഇൻവെൻട്രി ചെക്ക് ചെയ്യുന്നത് 4 പോയിന്റില്ലേ, സിമ്പിൾ ഓർത്ത് വയ്ക്കുക. ബട്ട് വാട്ട് ഐ എം സെയിങ് ഇസ് ഇത് മാത്രമല്ല ആ ചാപ്റ്ററിൽ വേറെ കുറേ മെയിൻ തിയറി വേറെ ഉണ്ട്. അത് ചോദിക്കാം കേട്ടോ അവർക്ക്. RTP നോക്കി വെയിറ്റ് ഫോർ MTP. ലെറ്റ്സ് സീ വാട്ട് ഹാപ്പൻസ് ഇൻ ദി MTP. നോക്കിയോ MTPയിൽ എന്തൊക്കെയാണെന്ന് നോക്കിയോ, അപ്പോൾ മനസ്സിലാവും അവർക്ക് എങ്ങനെയൊക്കെ ചുഴുന്ന് അകത്തുനിന്ന് ചോദിക്കാൻ പറ്റുമെന്ന് മനസ്സിലാവും. അടുത്ത ക്വസ്റ്റ്യൻ. വൈൽ വെരിഫൈങ് ദ പ്രൊവിഷൻസ് ഓഫ് അഡ്വാൻസ് ഓഫ് ബ്രാഞ്ച് ഓഫ് HFC ബാങ്ക്, see a mini notices that credit facility consisting of the term loan to JT Mills has been classified under doubtful category. അപ്പോൾ ഏതൊരു ക്ലയൻ്റ് ഉണ്ട്, ക്ലയൻറ്റിൻ്റെ ലോൺ ഇപ്പോൾ D2 കാറ്റഗറിയിലാണ്. ഔട്ട്സ്റ്റാൻഡിങ് ബാലൻസ് ഇൻ ദി അബവ് ലോൺ അക്കൗണ്ട് ഇസ് 150 lakh. അപ്പോൾ സംഭവം NPA ആണ്. NPA ആയിട്ട് നിൽക്കണം. ഫുൾ കാറ്റഗറിയിൽ 150 ലക്ഷത്തിൻ്റെ ഒരു ലോണുണ്ട്. വാല്യൂ സെക്യൂരിറ്റി ഹെൽഡ് ഇസ് 100. ഈ 150 ലക്ഷത്തിൻ്റെ ലോണിനെതിരെ 100 lakhന് സെക്യൂരിറ്റി ഉണ്ട്. അപ്പോൾ ബാക്കി 50 lakh അൺസെക്യൂർഡ് ആണ്. എന്താണ്? ഈസ് ദ പ്രൊവിഷൻ മെയ്ഡ് ബൈ ദ ബാങ്ക് കറക്റ്റ്? 75 lakh ആണ് പ്രൊവിഷൻ. എത്ര പ്രൊവിഷൻ വേണ്ടേ? D2ൻ്റെ പ്രൊവിഷൻ 40%. സെക്യൂർഡ് എക്സ്പോഷറിന് 40 ആണോ 45% ആണോ? 40% അല്ലേ? 40% ഫോർ സെക്യൂർഡ്, 100% ഫോർ അൺസെക്യൂർഡ്. സോ 40% ഓഫ് സെക്യൂർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 40 lakh, 100% ഓഫ് അൺസെക്യൂർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 50 lakh. 40 + 50 90 lakh വേണം, പകരം 75 lakh ഉള്ളൂ. അപ്പോൾ പ്രൊവിഷൻസ് കുറഞ്ഞു പോയി. അത് തന്നെയാണ് ആൻസർ. യെസ്, 40 + 50 90 lakhൻ്റെ പ്രൊവിഷൻ. ബേസിക് ആ മറ്റേ പ്രൊവിഷൻ കമ്പ്യൂട്ട് ചെയ്തിട്ട് കമ്പയർ ചെയ്യുക. ഇങ്ങനത്തെ കുറേ MCQs നമ്മൾ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ട്. അതേ ടൈപ്പ് ഓഫ് ക്വസ്റ്റൻ തന്നെ ഇത് MCQs വന്നിട്ടുണ്ട്. ഇപ്പോൾ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് ഇങ്ങനെ കമ്പ്യൂട്ട് ചെയ്ത് ചോദിക്കേണ്ട സാധനം ഒരു ഇങ്ങനെ MCQsലും ചോദിച്ചിട്ടുണ്ട്. അങ്ങനെയും പ്രതീക്ഷിക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഐഡൻറ്റിഫൈ ആൻഡ് എക്സ്പ്ലെയിൻ ദ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾസ് ഓഫ് പ്രൊഫഷണൽ എത്തിക്സ് ഇൻവോൾവ് ഇൻ ദ അബോവ് സിറ്റുവേഷൻ. അപ്പോൾ എത്തിക്സ് ബേസ്ഡ് ക്വസ്റ്റൻ ആണ്, പ്രൊഫഷണൽ എത്തിക്സിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ. CA ജാറ്റിൻ ഇസ് എ ഓഡിറ്റ്. എവിടെ നിന്നൊക്കെയാണ് പേരുകൾ വിളിക്കുന്നത്? ജാറ്റിൻ എന്താ? ഈസ് എൻ ഓഡിറ്റർ ഓഫ് XYZ ഫാർമ. ഹിസ് ബ്രദർ ഇൻ ലോസ് പാർട്ട്ണർഷിപ്പ് ഫേം. അളിയൻ്റെ കടയിലാണ് ഓഡിറ്റർ. ജാത്തിൻ ഈസ് ദി ഓഡിറ്റർ ഓഫ് അളിയൻ. അളിയൻ്റെ ഓഡിറ്ററാണ് ജാത്തിൻ. ഓക്കെ. ഫാമിലി റിലേഷൻഷിപ്പ് ഉണ്ട്. ഹിസ് ഫാമിലി റിലേഷൻഷിപ്പ് ക്രിയേറ്റ്സ് കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് that could unduly influence his professional judgment. So what is getting compromised? നമുക്ക് എന്ത് ത്രെറ്റ് ടു ഇൻഡിപെൻഡൻസ് ആണെന്നല്ല ചോദിച്ചേക്കുന്നത്.
Explain the fundamental principles of ethics involved in the above situation. So what is the ethical principle? Objectivity. നിഷ്പക്ഷമാവാൻ ചാൻസ് ഇല്ല. അളിയനല്ലേ അപ്പുറത്ത് നിൽക്കുന്നത്. അളിയൻ്റെ ഫ്രോഡ് പറഞ്ഞാൽ പിന്നെ അനിയത്തി പണങ്ങും. In another assignment of tax audit, Jatin is also required to prepare the company's tax return. He fails to check the latest provision of income tax. അയാളുടെ professional competence and due care is the relevant factor in question here. Jatin is also preparing GST returns of one of his clients. The client instructs him to intentionally understate the sales figures. Integrity is under question here. With objectivity, professional competence and due care, integrity. അതാണ് ചോദിച്ചേക്കുന്നത് അല്ലേ. ഫസ്റ്റ് വൺ വന്നിട്ട് ഒബ്ജക്റ്റിവിറ്റി, അത് തന്നെ. സെക്കൻഡ് വൺ വന്നിട്ട് പ്രൊഫഷണൽ കോമ്പറ്റൻസ്, മൂന്നാമത്തെ വന്നിട്ട് ഇൻറ്റിഗ്രിറ്റി. അഗെയിൻ അവർ എഴുതിയേക്കുന്ന പാരഗ്രാഫ് കൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. എന്താണ് പ്രൊഫഷണൽ കോമ്പറ്റൻസ്, എന്താണ് ഇൻറ്റിഗ്രിറ്റി എന്നൊക്കെ അവർ എഴുതി പഠിച്ചു. ഒബ്ജക്റ്റിവിറ്റീസ് എന്താ, വി ഹാവ് ടു ബി ഫ്രീ ഫ്രം എനി അൺഡ്യൂ ഇൻഫ്ലുവൻസസ്. ഇൻറ്റിഗ്രിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ വി ഷുഡ് നോട്ട് സർട്ടിഫൈ എനി ഫാക്ട് വിച്ച് വി ബിലീവ് ഇസ് അൺലോഫുൾ. അങ്ങനെ ഇൻറ്റിഗ്രിറ്റിയുടെ ഒബ്ജക്റ്റിവിറ്റിയുടെയും 2-3 സെൻറ്റൻസില്ല, അത്ര എഴുതിയാലും മതിയല്ലേ. ഇതിപ്പോൾ ക്വസ്റ്റ്യൻ തീരെ സിമ്പിളായിപ്പോയി. അപ്പോൾ ആൻസർ ഇങ്ങനെ ജസ്റ്റ് 2 വാക്കിൽ അങ്ങനെ നിർത്തുന്ന വിചാരിച്ചിട്ട് അവർ നിറച്ച് വെച്ചതുപോലെ ഉണ്ട്. അല്ലാണ്ട് ഈ ഒബ്ജക്റ്റിവിറ്റി, കോമ്പറ്റൻസ്, ഇൻറ്റിഗ്രിറ്റി എന്നുള്ള ഈ 3 കാര്യത്തിന് വേണ്ടിയിട്ട് ഇത്രയൊന്നും എഴുതേണ്ട ആവശ്യമില്ല. ഇത് മിക്കവാറും എക്സാമിന് വന്നിട്ടുണ്ടല്ലോ 1-1-1 3 മാർക്കിൻ്റെ ചോദ്യം ആവാനാണ് ചാൻസ് ഉള്ളത്. In the given case, Jatin's family relationship create a conflict of interest. This affects the objectivity. The principle of objectivity requires that we should not compromise the judgment. Conflict of interest ഉണ്ടാകാൻ പാടില്ല. It requires that professional accountants should not undertake any activity if a circumstance will affect your judgment. അതങ്ങനെ എഴുതി വെച്ചാൽ മതി, ഒന്നുമില്ല. അവർ തിരിച്ച് മറിച്ച് ഒരേ കാര്യം പറഞ്ഞിരിക്കുക. അതൊക്കെ ജസ്റ്റ് റീഡ് ഓൺലി തിയറിയുടെ. ഒബ്ജക്റ്റിവിറ്റി എന്താണ്, ഇൻറ്റിഗ്രിറ്റി എന്താണെന്നൊക്കെ നിങ്ങൾക്ക് ബേസിക് ഫസ്റ്റ് ക്ലാസ്സിൽ പഠിക്കുന്ന ടോപ്പിക്കാണ്. അതൊന്നും RTP സമയത്ത് ഡിസ്കസ് ചെയ്യുന്ന ആവശ്യമില്ല. ഐ തിങ്ക് ദാറ്റ്സ് ഓവർ. ഇത്തവണത്തെ RTP വാസ് ഫെയർലി വെരി സിമ്പിൾ അഫെയർ. ലെറ്റ്സ് വെയിറ്റ് ഫോർ ദി MTP ഗൈസ്. MTPയിൽ ഇതൊന്നും എന്തെങ്കിലും ട്രെൻഡ് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. MTP 1 MTP 2 എല്ലാം സിമ്പിളാണെങ്കിൽ നല്ലത് തന്നെ. ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ എക്സാമിന് വന്നു കഴിഞ്ഞാണല്ലോ, ഇതൊക്കെ വേണമെങ്കിൽ 100 out of 100 അടിക്കാൻ പറ്റും. അല്ലെങ്കിൽ വേണ്ട, അത്രയും ചിലപ്പോൾ അടിച്ചാൽ ചിലപ്പോൾ നമുക്ക് അഹങ്കാരം കയറും. 90-95 ഒക്കെ ചുമ്മാ അടിക്കാൻ പറ്റില്ല. ഇത് ഒന്നുമില്ല, സിമ്പിൾ പേപ്പർ ആയിരുന്നില്ലേ. സിമ്പിൾ, ഡയറക്റ്റ്, സ്ട്രെയിറ്റ് ഫോർവേഡ്, ഫേസ് ഓൺ ദ ഫേസ് സിമ്പിൾ ക്വസ്റ്റ്യൻസ്. പ്ലേറ്റ് വെച്ച് തരാന്നൊക്കെ നമുക്ക് ക്ലാസ് പറയില്ലേ, ആ ടോപ്പിക്ക്. അപ്പോൾ യെസ്, സമയം കളയുന്നില്ല, നമുക്ക് എന്ത് ചെയ്യാം, MTPക്ക് വേണ്ടി കാത്തിരിക്കാം. MTP ഡിസ്കഷൻ വിൽ സൂൺ ഹാപ്പൻ. ICAI ഇറക്കുന്ന മുറയ്ക്ക് നമുക്കും ചെയ്യാം. നന്നായി പഠിക്കുക പിള്ളേരെ. See you soon on the next video. Bye.